So, hello, good evening. We will discuss the chapter Human Reproduction. So, we will discuss the reproductive system, female reproductive system, gametogenesis, menstrual cycle, how fertilization and implantation takes place, pregnancy and embryonic development, as well as parturition and lactation. So, humans are they are sexually reproducing. So, reproductive events in humans include gametogenesis, insemination, fertilization, and then comes implantation as well as gestation and pregnancy. Parturition. Okay, so there are also certain differences in reproductive events both in females and males. Males in the case we know that even in old men there are still formation of sperms. Adepole females after puberty no more ovums or eggs are added. So male reproductive system discuss see every reproductive system male avate female avate avarku oru primary sex organ undagum. They will be having accessory duct. അവർക്ക് ഒരു ജെനിറ്റേലിയ ഉണ്ടാകും അതേപോലെ തന്നെ ഗ്ലാൻഡ്സും ഉണ്ടാകും. സോ ദ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ പ്രൈമറി റിപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആണ്. ആൻഡ് ദേ അപ്പിയർ ആസ് എ പെയർ. ഈ ടെസ്റ്റിസ് പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയാൻ കാരണം ദേ ആർ ഇൻവോൾവ്ഡ് ഇൻ ഗാമേറ്റ് ഫോർമേഷൻ ആസ് വെൽ ആസ് മെയിൽ ഹോർമോൺസ്. ഓക്കെ, ദെൻ ഇതിന്റെ കൂടെ തന്നെ അതിന്റെ ഒരു റിപ്രൊഡക്ഷന് സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആക്സസറി ആയിട്ട് അവർക്ക് എന്തുണ്ട്, ഗ്ലാൻഡ്സ് ഉണ്ട്, ഡക്ട്സ് ഉണ്ട്, ഓൾസോ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. എൻ്റെ ഓഡിയോ വീഡിയോ ബോത്ത് ക്ലിയർ ആണോ? സി നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കോമന്റ് സെക്ഷനിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ഫ്ലോയിൽ പോകാൻ പറ്റൂ കേട്ടോ. ഓക്കെ, നൗ ഡിസ്കസിങ് അബൌട്ട് ദ ടെസ്റ്റിസ്. Testes are situated outside the abdominal cavity within a pouch called scrotum. The scrotum helps in maintaining the low temperature of the testis, that is 2 to 2.5 degrees Celsius lower than the normal internal body temperature. Necessary for spermatogenesis. നമുക്ക് എല്ലാവർക്കും അറിയാം ലോവർ അബ്ഡോമൻ അല്ലെങ്കിൽ ലോവർ പെൽവിക് ഗേർഡിലിന് ആ ഭാഗത്താണ് ടെസ്റ്റിസ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് പേരാണ്. അതിനെ കവർ ചെയ്തിട്ട് ഒരു പൗച്ച് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് സ്ക്രോട്ടം. ആൻഡ് ഇറ്റ് ഇസ് സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ദ അബ്ഡോമൻ, പുറമെയാണ് കാണുന്നത്. കാരണം നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ വെച്ച് നോക്കുമ്പോൾ സ്പെർമറ്റോജെനസിസിനെ ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നമ്മളുടെ ബോഡി ടെമ്പറേച്ചറിനെക്കാളും 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലോവർ ആയിരിക്കണം. സോ ദാറ്റ് സ്പെർമറ്റോജെനസിസ് ക്യാൻ ടേക്സ് പ്ലേസ്. നൗ ഇതിന്റെ ഡയമെൻഷൻ നോക്കുമ്പോൾ ടെസ്റ്റിസ് വിഡ്ത്ത് വൈസ് നോക്കുകയാണെങ്കിൽ 2 to 3 സെന്റിമീറ്റർ ഇൻ ലെങ്ത് ആണ്. ആസ് വെൽ ആസ് ലെങ്ത് നോക്കുമ്പോൾ 4 to 5 സെന്റിമീറ്റർ ഇൻ ലെങ്ത് ആയിരിക്കും. സോ നിങ്ങൾ ഓർക്കുക 2, 3, 4, 5. 2, 3 എന്ന് പറയുന്നത് വിഡ്ത്ത് ആണെങ്കിൽ 4, 5 എന്ന് പറയുന്നത് ലെങ്ത് ആയിരിക്കും. നൗ ഷേപ്പ് നോക്കുമ്പോൾ വി നോ ദാറ്റ് ദേ ആർ ഓവൽ ഇൻ ഷേപ്പ്. നൗ ഈ ടെസ്റ്റിസിനെ കവർ ചെയ്തിട്ട് നമുക്ക് എന്തുണ്ട്, ഡെൻസ് കവറിങ് ഉണ്ട്. ഈച്ച് ടെസ്റ്റിസ്, ഓരോ ടെസ്റ്റിസ് നോക്കുമ്പോൾ ദർ വിൽ ബി 250 കമ്പാർട്ട്മെന്റ്സ് ആൻഡ് ആ കമ്പാർട്ട്മെന്റ്സിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ്. സോ ഓരോ ടെസ്റ്റിസിനും എത്ര കമ്പാർട്ട്മെന്റ് ആണുള്ളത്? അപ്രോക്സിമേറ്റ്ലി 250 കമ്പാർട്ട്മെന്റ്സ് ഉണ്ടാകും. ആ കമ്പാർട്ട്മെന്റിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് എന്നുള്ളത്. ഈച്ച് ലോബ്യൂളിൽ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ട്യൂബ്സ് കാണാൻ പറ്റും. ആ ട്യൂബ്സിനെ വിളിക്കുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. അവരുടെ കൗണ്ട് നോക്കുകയാണെങ്കിൽ യൂഷ്വലി 1 to 3 നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ഓരോ സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ ലൈൻ ചെയ്ത് നമുക്ക് 2 ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്. മെയിൽ ജേം സെൽസ് അല്ലെങ്കിൽ നമുക്ക് ഇന്നർ ജേം സെൽസ് എന്ന് പറയാം. Else we have Sertoli cells. So mainly seminiferous tubules നോക്കുന്ന ടൈമിൽ നമുക്ക് 2 types of cells ആണ് അതിന്റെ വാളിനെ ലൈൻ ചെയ്ത് കാണുന്നത്. മെയിൻലി one male germ cells ആണ്. The second one is the Sertoli cells. Now ഈ ഒരു മെയിൽ germ cellsനെ വിളിക്കുന്ന വേറൊരു പേരാണ് spermatogonia. So what happens is that male germ cells ആണ് meiotic divisions undergo ചെയ്യുന്നത്. So that ആ ഒരു division by അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് എന്തിനെ ഫോം ചെയ്യാൻ പറ്റുക, സ്പെർമിനെ ഫോം ചെയ്യാൻ പറ്റുന്നത്. So that's what happen in gametogenesis. ഈ മെയിൽ germ cells എന്ത് ചെയ്യും, spermatozoa ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് they will undergo meiosis, thereby it leads to the formation of sperms. While Sertoli cells provide nutrition to the germ cells. So your germ cells ന് വേണ്ട ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളുടെ Sertoli cells ആണ്. We can also call them nursing cells അല്ലെങ്കിൽ nurse cells പറയാം, sustentacular cells എന്നും പറയാം. Now apart from that
The region outside the seminiferous tubules is called the interstitial spaces. അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? സ്മോൾ ബ്ലഡ് വെസൽസ് കാണാം, അതേപോലെ തന്നെ ആ ഇന്റർസ്റ്റീഷ്യൽ സെൽസിനെ കാണാൻ പറ്റും. സോ ആ ഇന്റർസ്റ്റീഷ്യൽ സെൽസിനെ വിളിക്കുന്ന പേരാണ് ലേഡിക് സെൽസ് ഓർ ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. സോ ദീസ് സെൽസ്, ഈ ഒരു ലേഡിക് സെൽസ് എന്ന് പറഞ്ഞത് മെയിൻലി ഇൻവോൾവ് ആയിട്ടുള്ളത് ടെസ്റ്റിക്കുലർ ഹോർമോൺസ് ലൈക്ക് ആൻഡ്രോജന് റിലീസ് ചെയ്യുന്നുണ്ടാവും സെക്രീറ്റ് ചെയ്തിട്ട്, ആൻഡ് ഓൾസോ other immunological complement cells are also present so as to provide immunity. ഇനി ഇതിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, സെമിനിഫറസ് അല്ലെങ്കിൽ ടെസ്റ്റിസിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ സെമിനിഫറസിന്റെ അകത്ത് ആ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റിക്കുലർ കമ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ടെസ്റ്റിക്കുലർ ലോബ്യൂളിന്റെ അകത്ത് നിങ്ങൾക്ക് മൊത്തത്തിൽ എത്ര ടൈപ്പ് ഓഫ് സെൽസ് കാണാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര സെൽസ് എന്നാണ് പറയാം? There are mainly 3 types of cells that can be seen within the testicular lobules. രണ്ടെണ്ണം seminiferous tubules-ലും and ഒന്ന് പറഞ്ഞത് interstitial spaces-ലാണ് നമുക്ക് കാണാൻ പറ്റുക. Namely male germ cells ഉണ്ട്, Sertoli cells ഉണ്ട്, as well as നമുക്കുള്ളത് Leydig cells ആണ്. Is this clear? Okay. Now, apart from this, we have some accessory ducts. അല്ലേ, നമ്മളുടെ ഈ ഒരു ഫോം ചെയ്തിട്ടുള്ള സ്പേം ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്ട് അഥവാ ഇൻസെമിനേഷൻ എത്തണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ഗോ ത്രൂ സം പാത്വേസ്, അല്ലെങ്കിൽ സർട്ടേൺ ഒരു കോഴ്സ് ഓഫ് പാത്ത് അവർ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്റ്റിൽ അവർക്ക് റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് പാത്ത് എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സ്പേം വിൽ ബി ഫോം വിത്തിൻ ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ്. സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ വോളായിരിക്കും സ്പേം ഫോം ചെയ്യുന്നുണ്ടാവുക. അതെന്ത് ചെയ്യും, സെമിനിഫറൽ ട്യൂബ്യൂൾസിന്റെ ലൂമനിലേക്ക് ഫോൾ ഓഫ് ചെയ്തിട്ട് ഫ്രം ദെയർ റീറ്റേ ടെസ്റ്റിസ് വഴി വാസ എഫറൻഷ്യ വഴി എപ്പിഡിഡൈമസ് വഴി വാസ് ഡിഫറൻസ് വഴിയായിരിക്കും പുറമേക്ക് എത്തുന്നുണ്ടാവുക. So the male sex axillary ducts include rete testis, vasa efferentia, epididymis, and vas deferens. Now, the seminiferous tubules of the testis opens into the vasa efferentia through rete testis. So, ഇതിൽ നമുക്ക് മെയിൻലി 4 ഡക്റ്റാന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഈ 4 ഡക്റ്റിൽ തന്നെ ഈ റീറ്റേ ടെസ്റ്റിസ് എന്ന് പറയുന്ന പോർഷൻ, റീറ്റേ ടെസ്റ്റിസ് എന്ന് പറഞ്ഞ ഡക്റ്റിയുടെ പോർഷൻ നമുക്ക് കാണാം വിത്തിൻ ദ ടെസ്റ്റിസ് ആണ്. വിത്തിൻ ടെസ്റ്റിസ് അല്ലെങ്കിൽ ടെസ്റ്റിസിനകത്ത് കാണാൻ പറ്റുന്ന ഡക്ട് എന്ന് പറഞ്ഞ റീറ്റേ ടെസ്റ്റിസ് ആണ്. ടെസ്റ്റിസിൽ നിന്ന് പുറത്തേക്ക് എമേർജ് ചെയ്യുന്ന ഡക്ട്സ് ആണ് ഏത്, വാസ എഫറൻഷ്യ. ആൻഡ് അതിൽ നിന്ന് മേലേക്ക് പുറമേക്കായിട്ട് വരുന്ന ഹൈലി കോയിൽഡ് ആയിട്ട് കാണുന്ന ഡക്ട് ആണ് ഏത്, എപ്പിഡിഡൈമിസ്. ദെൻ ഫ്രം ദെയർ ടു അബ്ഡോമൻ അസെൻഡ് ചെയ്യുന്നതാണ് നമ്മളുടെ വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. Now, the vasa efferentia leaves the testis and opens into the epididymis located along the posterior surface of each testis. ഓരോ ടെസ്റ്റിസിന്റെ posterior surface നമുക്ക് എന്തുണ്ടാവാം, എപ്പിഡൈമിസ് ഉണ്ടാവുന്നുണ്ടാവാം. Okay. The epididymis leads to vas deferens that ascend to the abdomen and loops over the urinary bladder. ഇനി ഈ ഒരു യൂറിനറി ബ്ലാഡറിന് ചുറ്റും ലൂപ്പ് ചെയ്തതിനു ശേഷം ഈ ഒരു വാസ് ഡിഫറൻസിന് സെമിനൽ വെസിക്കിളിൽ നിന്നും ഒരു ഡക്ട് റീച്ച് ചെയ്യും. ഡക്ട് റീച്ചസ് ദ വാസ് ഡിഫറൻസ്. ആൻഡ് ഈ ഒരു കോമൺ ആയിട്ടുള്ള ഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇജാക്യുലേറ്ററി ഡക്ട് എന്നുള്ളത്. സോ സെമിനൽ വെസിക്കിൾ എന്നുള്ള ഗ്ലാൻഡിൽ നിന്നൊരു ഡക്ട് വരുന്നുണ്ട്. ആ ഡക്ട് എന്ത് ചെയ്യുന്നുണ്ട്, വാസ് ഡിഫറൻസിൽ നിന്ന് വന്ന് ജോയിൻ ചെയ്യും. ആൻഡ് ദെൻ അതിൽ നിന്ന് കോമൺ ആയി വരുന്ന ഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇജാക്യുലേറ്ററി ഡക്ട് എന്നുള്ളത്. ഇതാണ് യുറേത്രയിലേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ടാവുക. Opens in the urethra as ejaculatory duct. Now, these ducts store and transport the sperm from the testis to the outside through the urethra. So, ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡക്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, സ്പേംസിനെ സ്റ്റോർ ചെയ്യുന്നതും അതേപോലെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും ടെസ്റ്റിസിൽ നിന്ന് ടുവേർഡ്സ് ദ ഔട്ട്സൈഡ് ത്രൂ ദ urethra. The urethra originates from the urinary bladder and extends through the penis to its external opening called the urethral meatus. So, urethra എന്ത് ചെയ്യും, urethral meatus വഴിയാണ് പുറമേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ടാവുക. ഇത് ക്ലിയർ ആണോ? സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ കുറിച്ചിട്ടായിരുന്നു. സോ ദീസ് ആർ ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഇതിനെ ലൈൻ ചെയ്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും, വി ഹാവ് സ്പെർമാറ്റഗോണിയ. സി ദീസ് ആർ ദ സ്പെർമാറ്റഗോണിയ. ആൻഡ് വിത്തിൻ സെമിനിഫറസ് ട്യൂബ്യൂൾസ് വി ക്യാൻ ഓൾസോ സീ ഇൻ ദ സെർട്ടോളി സെൽസ്. ലാർജ് സൈസായി കാണുന്നതാണ് സെർട്ടോളി സെൽസ്. ആൻഡ് ഇഫ് യു അപ്രീഷിയേറ്റ്, ദിസ് ഈസ് ദ ഇൻഡസ്ട്രീഷ്യൽ സ്പേസസ്. ഇതിൽ നമുക്ക് എന്തുണ്ടാവും, സ്മോൾ ബ്ലഡ് വെസൽസ് കാണും. അതേപോലെ തന്നെ we also have interstitial cells called Leydig cells. Okay. Now,
മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റീലിയ എന്ന് പറയുന്നത് നമ്മുടെ പെന്നീസ് ആണെങ്കിലും പീനസ് എന്ന് പറയും. ഇറ്റ് ഇസ് ദ മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റീലിയ. It is made up of a special tissue that helps in erection of the penis to facilitate insemination. See, പീനസിന് ഉണ്ടാക്കിയിട്ടുള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ്. ആ ടിഷ്യൂ ആണ് അതിനെ എന്തിനു സഹായിക്കുന്നത്? ഇറക്ഷന് സഹായിക്കുന്നത്. സോ ആസ് ടു ഫെസിലിറ്റേറ്റ് ഇൻസെമിനേഷൻ. നൗ ഈ ഒരു പെർട്ടിക്കുലർ പെനീസിന് നമുക്ക് എന്താണ്? എൻലാർജ്ഡ് എൻഡ് ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലാൻസ് പെനിസ് എന്നുള്ളത്. വിച്ച് ഇസ് ഓൾസോ ഇൻ ടേൺ കവേർഡ് ബൈ എ ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ കോൾഡ് ദ ഫോർസ്കിൻ. ഓക്കെ. Now, discussing about the copulatory glands or copulatory organs, we have the male accessory glands. അതിൽ നമുക്കുള്ളതാണ് seminal vesicle, bulbourethral gland and a prostate gland. ഇതിൽ only except prostate gland, other glands എന്താണ്? Paired glands ആണ്. So seminal vesicles paired ആണ്, bulbourethral glands paired ആണ്. പക്ഷെ ഇതിൽ unpaired ആയി കാണുന്നത് നമുക്ക് prostate glands മാത്രമാണ്. ഓക്കെ. സോ ഈ ഇതിൽ നമ്മളുടെ സെമിനൽ വെസിക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സെമൻ എടുക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതലും ഗ്ലാൻഡ് സെക്രീഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സെമിനൽ വെസിക്കിൾസ് ആണ്. ആൻഡ് ദെൻ പ്രോസ്റ്റേറ്റ് ആൻഡ് ദെൻ bulbourethral glands. Okay. Now, secretion of these glands constitute the seminal plasma, which is rich in fructose, calcium, and certain enzymes. These secretions of bulbourethral glands also helps in the lubrication of the penis. See, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെമിനൽ പ്ലാസ്മ അല്ലെങ്കിൽ സെമൻ എന്ന് പറയുന്നത് സെമൻ വിത്തൗട്ട് സ്പേമിനെ വിളിക്കുന്ന പോർഷൻ ആണ് സെമിനൽ പ്ലാസ്മ എന്നുള്ളത്. ഈ സെമിനൽ പ്ലാസ്മയിൽ ഈ നേരത്തെ പറഞ്ഞ 3 ഗ്ലാൻസിന് സെക്രീഷൻസ് ഉണ്ടാകും. ആൻഡ് ഈ ഒരു സെക്രീഷൻസിൽ തന്നെ അതിൽ ആ ഒരു കംപ്ലീറ്റ് ആയി നോക്കുമ്പോൾ ദേ ആർ റിച്ച് ഇൻ ഫ്രക്ടോസ്, ദേ ആർ റിച്ച് ഇൻ കാൽഷ്യം അയോൺസ് ആൻഡ് സർട്ടൈൻ എൻസൈംസ് ലൈക്ക് പ്രോസ്റ്റാഗ്ലാൻഡിൻ പോലത്തെ എൻസൈംസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതിൽ ഫ്രക്ടോസ് എന്ന് പറഞ്ഞ സ്പേം യൂട്ടിലൈസ് ചെയ്യും ഫോർ ഇറ്റ്സ് മോട്ടിലിറ്റി. ആൻഡ് കാൽഷ്യം എന്ന് പറഞ്ഞത് ഫീമെയിലിന്റെ ബോഡിയിൽ കപ്പാസിറ്റേഷൻ സഹായിക്കുന്നതാണ്. ആൻഡ് പ്രോസ്റ്റാഗ്ലാൻഡിൻ ഒബ്വിയസ്ലി ആ ഒരു പെർട്ടിക്കുലർ ഓവത്തിനെ പെനിട്രേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. നൗ ഇതിൽ bulbourethral gland പറയുന്നത് ലൂബ്രിക്കേഷൻ ഓഫ് ദ പെന്നീസ് ആണ്. ഡ്യൂറിങ് ഇൻസെമിനേഷൻ എന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ പെന്നീസിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് bulbourethral gland എന്നുള്ള സെക്രീഷൻസ് വരുന്നത്. അപ്പാർട്ട് ഫ്രം ദിസ്, ഇഫ് ദർ ഇസ് എനി റീറ്റെയിൻഡ് യൂറിൻ വിത്തിൻ ദ പീനസ്, കാരണം നമുക്കറിയാം ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പീനസ് എന്ന് പറയുന്നത് ഇസ് എ യൂറിനോജെനൈറ്റൽ ഡക്ട് അല്ലെങ്കിൽ യൂറിനോജെനൈറ്റൽ ട്രാക്ട് ആണ്, ത്രൂ വിച്ച് ബോത്ത് യൂറിൻ ആസ് വെൽ ആസ് സ്പേം ക്യാൻ കം ഔട്ട്സൈഡ് ദ ബോഡി. സോ അതിൽ ഇൻ കേസ് എങ്ങാനും എന്തെങ്കിലും ടൈപ്പ് എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ വെരി ഫ്യൂ എമൗണ്ട് ഓഫ് യൂറിൻ റിറ്റെയിൻഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ കൂടി ന്യൂട്രലൈസും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് bulbourethral gland സെക്രീഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടുവേർഡ്സ് സെമിനൽ പ്ലാസ്മ. സോ സെമൻ എന്ന് പറയുന്നത് ഇസ് എ ഓവറോൾ ഓഫ് സ്പേം പ്ലസ് സെമിനൽ പ്ലാസ്മ. വെൻ ദർ ഇസ് ലാക്ക് ഓഫ് sperm, it is called as seminal plasma only. Okay. Now, discussing about the female reproductive system. So നമ്മളിപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചു. അതിൽ പ്രൈമറി സെക്സ് ഓർഗനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. വാട്ട് ആർ ദ ആക്സസറി ഡക്ട്സ് കുറിച്ച് പറഞ്ഞു, ആക്സസറി ഗ്ലാൻസിനെ കുറിച്ച് പറഞ്ഞു, ആൻഡ് ആസ് വെൽ ആസ് മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റീലിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. സെയിം ഇതേപോലെ തന്നെയാണ് നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനും ഒരു പ്രൈമറി സെക്സ് ഓർഗൻ ഉണ്ട്, ആക്സസറി ഗ്ലാൻസ് ഉണ്ട്, ആക്സസറി ഡക്ട്സ് ഉണ്ട്, ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഉണ്ട്, മാമറി ഗ്ലാൻസ് ഉണ്ട്. സോ ഇതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. Now, discussing about the female reproductive system, it consists of a pair of ovaries along with a pair of oviducts, uterus, cervix, vagina, and the external genitalia located in pelvic region. These part of the system along with the pair of the mammary glands are integrated structurally and functionally to support the process of ovulation, fertilization, pregnancy, birth, and child care. So female reproductive system ഒരു പാർട്ടായി വരുന്നതാണ് പെയർ ഓഫ് ഓവറീസ്. ആൻഡ് ദെൻ വി ഹാവ് ഡക്ട്സ്, ഓവിഡക്ട്സ് ഉണ്ട്, യൂട്രസ് ഉണ്ട്, സെർവിക്സ് ഉണ്ട്, വിജൈന. എക്സ്റ്റേണൽ ജെനിറ്റലി ഉള്ളതാണ് ഏത് നമ്മളുടെ വൾവ അല്ലെങ്കിൽ വെജൈന ആൻഡ് മാമറി ഗ്ലാൻസ്. സോ ഓൾ ഓഫ് ദിസ് സ്ട്രക്ചറലി ആൻഡ് ഫങ്ഷണലി ഇൻറ്റഗ്രേറ്റഡ് ആയിരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഓവുലേഷൻ, ഫെർട്ടിലൈസേഷൻ, അതേപോലെ പ്രഗ്നൻസി, ബർത്ത് ആൻഡ് ചൈൽഡ് കെയറിന് കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ വെൽ കോർഡിനേറ്റഡ് ആയിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ളത്. Okay, now discussing about the ovaries, they are the primary female sex organs. കാരണം ഇവര് ഫീമെയിൽ ഗാമേറ്റ്സിനെയും as well as female hormonesനെ പ്രൊഡ്യൂസ് ചെയ്യാൻ primarily involved ആണ്. That produce the female gamete, which is ovum, and several steroid hormones like ovarian hormones. Now, the ovaries are located one on each side of the lower abdomen, and each ovary length നോക്കുമ്പോൾ it is 2 to 4 centimeter in length. And this ovary is connected to the pelvic wall and uterus by means of ligaments.
ഓക്കെ. ആൻഡ് നമുക്കറിയാം നേരത്തെ നമ്മൾ ടെസ്റ്റിസ് പറഞ്ഞ പോലെ അത് ലോവർ അബ്ഡോമിനിലാണ് ഉള്ളത്. ഓവറീസ് അല്ലെങ്കിൽ ദിസ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ആർ ലൊക്കേറ്റഡ് ഇൻ ദ പെൽവിക് റീജിയൻ വിച്ച് ഈസ് ഓൾസോ ഇൻ ദ ലോവർ അബ്ഡോമൻ ഏരിയ. നൗ ഓരോ ഓവറിയും കവർ ചെയ്തിട്ട് ഒരു തിൻ എപ്പിത്തീലിയം ഉണ്ട് വിച്ച് എൻക്ലോസസ് ദ ഒവേറിയൻ സ്ട്രോമ. ഈ ഒവേറിയൻ സ്ട്രോമൻ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാൻ പറ്റും, എ പെരിഫറൽ കോർട്ടെക്സ് ആൻഡ് ആൻ ഇന്നർ മെഡുല. Okay, now discussing about the accessory ducts in females, we have a pair of oviduct or fallopian tube, a uterus, vagina, which constitute the female accessory ducts. Now, discussing about the fallopian tube or the oviduct, it is about 10 to 12 centimeter in length and it extends from the periphery of each ovary to the uterus. ഓരോ ഓവറിയുടെ പെരിഫറിയിൽ നിന്ന് യൂട്രസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടാവാം. ആൻഡ് നൗ ദ പാർട്ട് ക്ലോസർ ടു ദ ഓവറി ഈസ് ദ ഫണൽ ഷേപ്ഡ് ഇൻഫെന്റിബുലം. ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരിക്കലും നമ്മളുടെ ഈ ഒരു ഫിംഗർ ലൈക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിംബ്രിയ എന്ന് പറഞ്ഞ നമ്മളുടെ ഓവിഡക്റ്റിന്റെ ഒരു പാർട്ടല്ല. ഇൻസ്റ്റെഡ് ഓവിഡക്റ്റിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഇൻഫെന്റിബുലം എന്ന് പറയുന്നതിന്റെ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആണ്. അതായത് ഓവിഡക്റ്റിന്റെ ഭാഗമായി ഇൻഫെന്റിബുലത്തിന്റെ ഒരു പാർട്ടാണ് എന്ത് ഫിംബ്രിയ എന്നുള്ളത്. ഓക്കെ. നൗ ആ ഒരു ഓവറിയുടെ അടുത്ത് ഒരു ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള പോർഷൻ ഉണ്ട് ഓഫ് ഓവിഡക്റ്റ്. ഓക്കെ, ദിസ് ഇസ് ദ ഓവറി. Imagine this is the ovary. Okay, now the part very close to the ovary is the funnel shaped infundibulum. So oviduct funnel shaped pole ovary അടുത്ത് നിൽക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് infundibulum എന്നുള്ളത്. Now the edges of the infundibulum possess finger like projections called fimbriae. നേരത്തെ പറഞ്ഞു ഇൻഫെന്റിബുലം ആണ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഹോൾഡ് ചെയ്യുന്നത്. ആൻഡ് അതിനെ വിളിക്കുന്ന പേരാണ് ഫിംബ്രിയെ, വിച്ച് ഹെൽപ്സ് ഇൻ ദ കളക്ഷൻ ഓഫ് ഓവം ആഫ്റ്റർ ഓവുലേഷൻ. ഓക്കെ. നൗ ഈ ഇൻഫെന്റിബുലം പിന്നെ ലീഡ് ചെയ്യുന്നത് ഒരു വൈഡർ ഏരിയ ആണ് കോൾഡ് ആസ് ആംപ്യുല. വൈഡർ പാർട്ട് ഓഫ് ദ ഓവിഡക്ട് കോൾഡ് ദ ആംപ്യുല. The last part of the oviduct isthmus has a narrow lumen and it joins the uterus. See. Okay, so after ovulation release ചെയ്യുന്ന ഓവം ഈ ഒരു ഫിംബ്രി എന്ത് ചെയ്യും, ഇൻഫെന്റിബുലം റീജിയനിലേക്ക് കളക്ട് ചെയ്തിട്ട് കുറച്ച് വൈഡർ പോർഷനിലേക്കായിട്ട് എന്ത് ചെയ്യും, അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യും. ഈ ഒരു വൈഡർ പോർഷനെ വിളിക്കുന്ന പേരാണ് ആംപ്യുല. ഈ ആംപ്യുല ഇൻടേൺ ലീഡ് ചെയ്യുന്നത് വെരി നാരോ ആയിട്ടുള്ള ഒരു ലൂമൻ ഉള്ള ഡക്റ്റിലേക്കാണ്. ആൻഡ് ദാറ്റ് പോർഷൻ ഇസ് കോൾഡ് ഇസ്തുമസ്. സോ ദിസ് ഇസ്തുമസ് എന്ന് പറഞ്ഞതാണ് യൂട്രസിലേക്ക് ഫർദറായി ലീഡ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ. നൗ discussing about the uterus, we know that single ആണ് and it is also called the womb. The shape of the uterus is obviously inverted pear in shape and it is supported by ligaments attached to the pelvic wall. The uterus opens into vagina through a narrow cervix. The cavity of the cervix is called the cervical canal, which along with vagina forms the birth canal. So this is the uterus. അതിൻ്റെ വൈഡർ പോർഷനെ വിളിക്കുന്ന പേരാണ് യൂട്രൈൻ ഫണ്ടസ്. അതിൻ്റെ നാരോ പോർഷനെ വിളിക്കുന്ന പേരാണ് സെർവിക്സ്. ഓക്കെ. നൗ ഈ സെർവിക്സിന് എന്തുണ്ട്, സെർവൈക്കൽ കനാൽ ഉണ്ട്. ഈ ഒരു സെർവിക്സിന്റെ ക്യാവിറ്റിനെ വിളിക്കുന്ന പേരാണ് സെർവൈക്കൽ കനാൽ. ബോത്ത് ദ സെർവൈക്കൽ കനാൽ ആൻഡ് ദ വജൈന കൺസ്റ്റിറ്റ്യൂട്ട് ദ ബർത്ത് കനാൽ. ഓക്കെ, ബർത്ത് കനാൽ. നൗ യൂട്രസിന് മെയിൻലി 3 layers ഓഫ് ടിഷ്യൂസ് ഉണ്ട്. Now, the uterus has 3 layers of tissues. The outermost ആയി കാണുന്ന പെരിമെട്രിയം and the inner middle thick layer ആയിട്ടുള്ള മയോമെട്രിയം, outermost കാണുന്നതാണ് പെരിമെട്രിയം which is very thin and tough, and middle layerലായി കാണുന്നതാണ് മയോമെട്രിയം which is very thick, and നമ്മളുടെ innermost layerൽ കാണുന്നതാണ് glandular ആയിട്ടുള്ള endometrium. So these are the 3 tissue layers which encloses the uterus. ഇതിന്റെ ഓരോ ഫങ്ഷൻസ് പറയാം. നമുക്കറിയാം പെരിമെട്രി എന്താണ്, ഇസ് ദ എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ആണ്, തിൻ ആണ്, മെംബ്രേനിയസ് ആണ്. പെരിമെട്രിയം ഓവറോൾ പുറമേക്ക് കാണുന്നതാണ് അല്ലെ, പുറമേക്ക് കാണുന്ന ലൈനിങ് ആണ്, അല്ലെങ്കിൽ മെംബ്രേനിയസ് ലെയർ ആണ്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ആണ്. കമ്മിങ് ടു മിഡിൽ തിക് ലെയർ ഓഫ് സ്മൂത്ത് മസിൽസ്, മയോമെട്രിയം എന്ന് പറയുമ്പോൾ മയോമെട്രിയിൽ ഏറ്റവും അകത്ത് കൂടുതൽ കാണുന്നത്, മയോമെട്രിയത്തിന്റെ ലെയറിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന, എബണ്ടന്റായി കാണാൻ പറ്റുന്ന സ്മൂത്ത് മസിൽസ് ആണ്, വിച്ച് ഹെൽപ്സ് ഇൻ ദ സ്ട്രോങ് കൺട്രാക്ഷൻ ഡ്യൂറിംഗ് ഡെലിവറി സോ ആസ് ടു ഡെലിവർ ഓർ എക്സ്പെൽ ദ ബേബി. നൗ inner glandular layer are also called as endometrium.
that lines the uterine cavity. ഈ ഒരു endometrium ആണ് menstrual cycle cyclic changes എന്ത് ചെയ്യുന്നത് undergo ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഈ ഗ്ലാൻഡുലർ ലെയർ എന്ന് പറയുമ്പം ദേ ഹാവ് സെക്രീറ്ററി ഫങ്ഷൻസ് ആസ് വെൽ. അതായത് അവിടെയുള്ള ഒരു ഗ്ലാൻഡുലർ ലെയർ എന്ന് പറയുമ്പം സോ മച്ച് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ടാവും സോ ആസ് ടു സപ്പോർട്ട് മെൻസുറേഷൻ ആസ് വെൽ ആസ് pregnancy. Now, discussing about the female external genitalia, which is called as the vagina, or we can also call as vulva. So, adinde parts nokkumbo we have mons pubis, labia majora, labia minora. We have hymen and clitoris. Now, ഈ ഓരോ പാർട്ടി നമുക്ക് ഒന്ന് ബ്രീഫ് ആയി ഡിസ്കസ് ചെയ്യാം. Mons pubis എന്ന് പറഞ്ഞാൽ നമുക്ക് is a cushion of fatty tissue which is covered by skin and pubic hair. Okay, then labia majora are fleshy folds of tissue which extend down from the mons pubis and surround the vaginal opening. The labia minora are paired fold of tissue under the labia majora. The opening of vagina is often covered partially by a membrane called hymen. The clitoris is a tiny finger-like structure which lies at the upper junction of the two labial minora and extend down above the urethral opening. So, suppose imagine okay, so ഇതാണ് mons pubis എന്ന് വിചാരിക്കുക. And we have labia majora. Labia majora. So this is labia majora എന്ന് വിചാരിച്ചോളൂ. We have labia minora here. And this is the urethral opening and this one is the vaginal opening. In between this, we have clitoris. Okay, so your particular portion namakku mons pubis aanu. Mons pubis. This is labia majora and this one is labia minora. Urethral opening aanidhu. Urethral opening. Vaginal opening. And this finger-like structure is the clitoris. Okay. Often, ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള വെജൈനൽ ഓപ്പണിങ്ങിനെ പാർഷ്യലി കവർ ചെയ്ത് നമുക്കൊരു മെംബ്രേനിയസ് ലെയർ കാണാം. അതിനെ വിളിക്കുന്ന പേരാണ് ഹൈമൻ എന്നുള്ളത്. ഓക്കെ, സോ ഹൈമൻ എന്നല്ല ഇറ്റ്സ് നോട്ട് എ ടോക്കൺ ഓഫ് വെർജിനിറ്റി. പണ്ടത്തെ കാലത്തൊക്കെ പലരും വിശ്വസിച്ചിരുന്നത് ലൈക്ക് ബിലീവ് ചെയ്തിരുന്നത് ദാറ്റ് പെർട്ടിക്കുലർ ഹൈമൻ ഇസ് എ ടോക്കൺ ഓഫ് വെർജിനിറ്റി എന്നാണ്. ഓക്കെ, ബട്ട് ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് വെർജിനിറ്റി. കാരണം സ്പോർട്സിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള വുമൻ അല്ലെങ്കിൽ ലേഡീസിലേക്ക് ഇത് ഓൾറെഡി ടോൺ ആയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ടാമ്പോൺസ് യൂസ് ചെയ്യുന്ന ആൾക്കാരിലേക്ക് ഇത് ഓൾറെഡി ടോൺ ചെയ്ത് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ സൈക്ലിംഗ് ചെയ്യുന്ന ആൾക്കാരിലേക്ക് ഇത് ടോൺ ചെയ്ത് പോയിട്ടുണ്ടാവും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതൊരു വെർജിനിറ്റി മാർക്കറായിട്ട് നമുക്കതിനെ പറയാൻ പറ്റില്ല. ക്ലിറ്റോറിസ് ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് ലേബിയ മൈനോറയുടെ അപ്പർ ജംഗ്ഷനിൽ കാണുന്ന ഒരു പോർഷൻ ആണ്, ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ആണ് ക്ലിറ്റോറിസ് എന്നുള്ളത്. ആൻഡ് അത് നമുക്ക് കാണാൻ പറ്റുക എബൌവ് ദ യുറേത്രൽ ഓപ്പണിങ്ങിന്റെ ആ ഒരു പോർഷൻ. ഈ ഒരു പെർട്ടിക്കുലർ ജംഗ്ഷന്റെയും ഈ ഒരു യുറേത്രൽ ഓപ്പണിങ്ങിന്റെ എബൌവ് റീജിയനിലാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവാം. ഓക്കെ, now the hymen is often torn during the first coitus. However, it can also be broken by a sudden fall or jolt, insertion of a vaginal tampon, active participation in some sports like horseback riding, cycling, etc. In some women, the hymen persists even after coitus. In fact, the presence or absence of hymen is not a reliable indicator of virginity or sexual experience. Now, next we are going to discuss about the mammary gland. Okay, mammary gland ആണ് ഫർദർ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ. Now, a functional mammary gland is a characteristic feature of all female mammals. എല്ലാ ഫീമെയിൽ മാമൽസിലും ഒരു characteristic feature ആണ് എന്ത് ഫങ്ഷണൽ ആയിട്ടുള്ള mammary gland എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം യൂഷ്വലി ഫീമെയിൽ മാമൽസ് ആർ viviparous അല്ലെ. oviparous എക്സെപ്ഷൻസ് ഉണ്ട്, ബട്ട് മോസ്റ്റ്ലി ദേ ആർ viviparous. Now, the mammary glands are paired structures, breast എന്ന് പറയും, that contain glandular tissue and variable amount of fat. The glandular tissues of each breast is divided into 15 to 20 mammary lobes containing clusters of cells called alveoli. The cells of alveoli secrete milk which is stored in the cavities or lumens of alveoli. The alveoli open into mammary tubules. The tubules of each lobe join to form a mammary duct. Several mammary duct joins to form a wider mammary ampulla which is connected to the lactiferous duct and opens at the nipple from where milk is expressed during breastfeeding.
See, so breast എന്ന് പറയുന്നത് paired ആയിരിക്കും and it is made up of granular tissues as well as a variable amount of fat. ഇതിൽ ഓരോ ഗ്ലാൻഡുലർ ടിഷ്യൂ അല്ലെങ്കിൽ ഓരോ ബ്രസ്റ്റിലെ ഗ്ലാൻഡുലർ ടിഷ്യൂ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഡിവൈഡഡ് ടു 15 to 20 മാമറി ലോബ്. 15 to 20 മാമറി ലോബ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. നൗ ഓരോ മാമറി ലോബ് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ മാമറി ലോബ് അകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഓരോ മാമറി ലോബ് നോക്കുമ്പോൾ അവിടെ എന്തുണ്ട്? ക്ലസ്റ്റേഴ്സ് ഓഫ് സെൽസ് ഉണ്ട്. ആ ക്ലസ്റ്റേഴ്സ് ഓഫ് സെൽസിനെ വിളിക്കുന്ന പേരാണ് ആൽവിയോളായി. ആൻഡ് ദീസ് സെൽസ് ആണ് മിൽക്കിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദീസ് മിൽക്ക് ഗെറ്റ് സ്റ്റോർഡ് ഇൻ ദ ല്യൂമൻ ഓഫ് ആൽവിയോളായി. ഇനി എങ്ങനെയാണ് ഈ ഒരു മിൽക്ക് പുറമേക്ക് എക്സ്പെൽഡ് ആവുന്നുള്ളതാണ്. ഓരോ മാമറി ലോബ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ മാമറി വെയിറ്റ് 1 second. ഇതിൽ ഓരോ മാമറി ലോബ്യൂൾസിൽ നിന്ന് മാമറി ലോബ്യൂൾസ് എടുക്കാന്ന് വിചാരിച്ചോളൂ. മാമറി ലോബ്സ്, ഓരോ മാമറി ലോബ്സിൽ നിന്ന് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? മാമറി ഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഓരോ ലോബിൽ നിന്നും നമുക്ക് ഒരു മാമറി ഡക്റ്റ് ഫോം ചെയ്യും. ആൻഡ് ദാറ്റ് മാമറി ഡക്റ്റ് എന്ന് പറയുന്നത് in turn join together to form mammillary ampulla, this portion, and this will join together to form lactiferous duct. From this nipple വഴിയാണ് പുറമേക്ക് വരുന്നുണ്ടാവുക. See, 1 second. ഓക്കെ, സി ഇതാണ് നമ്മളുടെ മാമറി ലോബ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓരോ മാമറി ലോബിൾസിൽ നിന്നും ഓരോ ട്യൂബ്യൂൾസ് ഇറങ്ങുന്നുണ്ടാവും, മാമറി ട്യൂബ്യൂൾസ്. ആൻഡ് ഈച്ച് ലോബിൽ നിന്നുള്ള മാമറി ട്യൂബ്യൂൾസ് ജോയിൻ ടുഗെദർ ടു ഫോം എ മാമറി ആംപ്യുല. ഈ മാമറി ആംപ്യുല ജോയിൻ ടുഗെദർ ടു ഫോം എ ലാക്ടിഫറസ് ഡക്ട്. Through lactiferous duct, milk is ejected out through the nipple. Okay. Now the alveoli open into mammary tubules. Mammary tubules il ninnu endu cheyum? Avaru oro lobe il ninnulla tubules join ചെയ്തിട്ട് ഒരു mammary duct form ചെയ്യും. And from mammary duct അത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു wider mammary ampulla form ചെയ്യുന്നുണ്ട്, and which is connected to the lactiferous duct. And from here it is open at the nipple from where milk is expressed during breastfeeding. So mammary tubules എന്ത് ചെയ്യും? ഓരോ ലോബിൽ നിന്നുള്ള mammary tubules എന്ത് ചെയ്യുന്നുണ്ട്? join together form a mammary duct, and this mammary duct in turn joins to form a wider ആയിട്ടുള്ള mammary ampulla. This will open into the lactiferous duct, and through the nipple milk is ejected out. ഇത് important ആണ്. Okay. So we discussed about the male reproductive system and female reproductive system. അപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ഏതിൽ നിന്നൊക്കെയാണ്, ഏത് ഓർഗനിൽ നിന്നാണ്, ഏത് പാർട്ടിൽ നിന്നാണ് ഗാമേറ്റ്സ് ഉണ്ടാകുന്നത് അതിനെ നിർദ്ദേശിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനുള്ള ഫർദർ ആയിട്ടുള്ള ഒരു റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് ക്ലിയർ ആയി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗാമറ്റോജെനസിസ് ആണ്. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. മിക്ക ആൾക്കാർക്ക് ഇവിടുത്തെ കൺസെപ്റ്റ് റെഡി ആയിട്ടില്ല എന്നാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മാർക്ക് ലോസ് ചെയ്യാനും ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ നന്നായി ശ്രദ്ധിക്കുക. സോ ഗാമറ്റോജെനസിസ് എന്ന് പറയുന്ന ടൈമിൽ ഇതൊന്നും പറയുന്നില്ല, നേരെ മുമ്പ് ഞാൻ നേരെ ഫ്ലോ ചാർട്ടിലേക്ക് പോവാണ്. See, so we are discussing about the male gametogenesis. Male gametogenesis വിളിക്കുന്ന പേരാണ് spermatogenesis. So spermatogenesis എന്ന് പറയുന്നത് ആക്ച്വലി spermatogenesis എന്ന് പറയുന്നത് is spermatogenesis plus spermiogenesis ആണ്. ഓക്കെ, ഇനി ഇതിൽ spermatogenesis എന്ന് പറഞ്ഞു നമുക്കറിയാം. ഈവൺ ഇൻ ഓൾഡ് മെൻ, ഈവൺ ആഫ്റ്റർ പ്യൂബർട്ടി അവർക്ക് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? സ്പേംസ്, മില്യൺസ് ഓഫ് സ്പേംസ് ഫോം ചെയ്യുന്നുണ്ട്. സോ സ്പെർമാറ്റോഗോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സെമിനിഫസ് ട്യൂബ്യൂൾസിൽ കണ്ടിട്ടുള്ള മെയിൽ ജേം സെൽസ് ആണ്. സോ അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് സ്പെർമാറ്റോഗോണിയ. സിംഗുലറായി വിളിക്കുന്നതാണ് സ്പെർമാറ്റോഗോണിയം എന്നുള്ളത്. സോ ഈ സ്പെർമാറ്റോഗോണിയ എന്ത് ചെയ്യും? സപ്പോസ് ഇമാജിൻ, ഓക്കെ, one second. ഓക്കെ, നമ്മൾ സ്പെർമാറ്റോഗോണിയ എന്ന് പറയുന്നത്
1 second. Okay. So spermatogonia എന്ന് പറഞ്ഞാന്ന് വിചാരിച്ചത് ഇതിൻ്റെ പ്ലോയിഡിറ്റി 2n ആണ്. പ്ലോയിഡിറ്റി is 2n. സെക്കൻഡ് വരയ്ക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതാണ് നമ്മളുടെ സ്പെർമാറ്റോഗോണിയ എന്ന് വിചാരിച്ചോളൂ. ഇതിൻ്റെ പ്ലോയിഡിറ്റി 2n ആണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇത് മൈറ്റോസിസ് ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ട് ഇതിൻ്റെ നമ്പർ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. ഒരുപാട് ടൈപ്പ് ഓഫ് സ്പെർമാറ്റോഗോണിയാസ് ഉണ്ടാവും. ആൻഡ് ഫ്രം ഇതിൽ ചില സ്പെർമാറ്റോഗോണിയ എന്ത് ചെയ്യും, അവരുടെ സൈസിൽ മാറ്റം വരുത്തും. ദ ഇൻക്രീസ് ഇൻ സൈസ്. ഓക്കെ, ദ ഇൻക്രീസ് ഇൻ സൈസ്. ഈ ഇൻക്രീസ് ഇൻ സൈസ് ആയിട്ടുള്ള സ്പെർമാറ്റോഗോണിയ വിച്ച് ഹാവ് അണ്ടർഗോൺ ചേഞ്ചസ് ഇൻ സൈസ്, അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. അപ്പം ഇതിൻ്റെ പ്ലോയിഡിറ്റി എന്ന് പറഞ്ഞത് 2n തന്നെയാണ്. ആകെ ഡിഫറൻസ് എന്താണ്, സ്പെർമാറ്റോഗോണിയ എന്ന സൈസ് വെച്ചു, ആ സൈസ് വെച്ച സ്പെർമാറ്റോഗോണിയനെ വിളിക്കുന്ന പേര് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്നാണ്. അതായത് അവരെന്ത് ചെയ്യാണ്, മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഗ്രോ ചെയ്തു. ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ ഫേസ് ആണെന്നുണ്ടെങ്കിൽ, മൾട്ടിപ്ലിക്കേഷൻ ഫേസ് ആണെങ്കിൽ ഹിയർ ഇറ്റ് ഈസ് ഗ്രോത്ത് ഫേസ്. ഗ്രോത്ത് ഫേസിലെത്തി. ഓക്കെ, ഗ്രോത്ത് ഫേസ് എന്ന് പറയുമ്പം ഒരുപാട് സ്പെർമാറ്റോഗോണിയ ഉണ്ടായിരുന്നു. അത് ഇൻടേൺ മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ എണ്ണം കൂടിയതിൽ നിന്ന് ഒരു സബ്സെറ്റ് ഓഫ് സ്പെർമാറ്റോഗോണിയ എന്തായി, പ്രൈമറി സ്പെർമാറ്റോസൈറ്റായി മാറി. എങ്ങനെയാണ് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈസിലുള്ള ഇൻക്രീസ് ആണ്. ഓക്കെ, സോ ഇതിലുള്ള സിമിലാരിറ്റി എന്ന് പറഞ്ഞത് പ്ലോയിഡിറ്റി ഇപ്പോഴും 2n തന്നെയാണ്, ഡിപ്ലോയിഡ് ആണ്. ആകെ ഡിഫറൻസ് എന്ന് പറഞ്ഞത് എന്താണ്, അതിൻ്റെ സൈസ് മാറി, അത് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയി എന്നുള്ളതാണ്. ഇനി ഈ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിലാണ് നമുക്ക് എന്ത് സംഭവിക്കുക, മിയോസിസ് നടക്കുന്നുണ്ടാവാം. ഓക്കെ, സോ സി ഇതിൽ നിന്ന് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് മിയോസിസ് 1 അണ്ടർഗോ ചെയ്തിട്ട് നമുക്ക് 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടാവും. നമുക്കറിയാം മിയോസിസ് എന്ന് പറയുന്നത് ഇക്വേഷണൽ ഡിവിഷൻ അല്ല, ഇൻസ്റ്റഡ് എന്താണ്, റിഡക്ഷണൽ ഡിവിഷൻ ആണ്. ആസ് എ റിസൾട്ട് നമുക്ക് 2 സ്പെർമാറ്റോസൈറ്റ്സ് ഉണ്ടായി. ഇനി ഈ ഒരു സ്പെർമാറ്റോസൈറ്റ് എന്ത് ചെയ്യും, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഇൻടേൺ ആയിട്ട് മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യും. വൺസ് മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വി ഗോട്ട് സ്പെർമാറ്റിഡ്സ്. ആൻഡ് ദിസ് സ്പെർമാറ്റിഡ്സ് ഡിഫറൻഷിയേഷൻ ചെയ്തിട്ട് അവർക്ക് തലയും വാലൊക്കെ വന്നിട്ട് എന്തായി മാറും, സ്പെർമറ്റോസോവ അല്ലെങ്കിൽ സ്പെർമായിട്ട് മാറും. വെരി സിമ്പിൾ. ഓക്കെ, ഇത് ക്ലിയർ ആണോ? സോ പ്രൈമറി സ്പെർമാറ്റോസൈറ്റും സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പ്ലോയിഡിറ്റിയിലാണ്. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഡിപ്ലോയിഡ് ആണ്, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. ഓക്കെ, സോ ഫ്രം സ്പെർമാറ്റോഗോണിയ മുതൽ ഈ ഒരു സ്പെർമാറ്റിഡ്സ് ഫോർമേഷന് വരെ വിളിക്കുന്ന പേരാണ് സ്പെർമാറ്റിഡോജെനസിസ്. ആൻഡ് ഫ്രം ഹിയർ ടു ഹിയർ ഇറ്റ് ഈസ് സ്പെർമിയോജെനസിസ്. ആൻഡ് ദിസ് ബോത്ത് പ്രോസസ് കളക്റ്റീവ്ലി നമ്മൾ റിസൾട്ട് ചെയ്യുന്നത് സ്പെർമാറ്റോജെനസിസിലാണെന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഈ ഒരു ഭാഗം മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, the primary sex organs, testes in the males and the ovaries in the female produce gametes, that is sperms and ovum respectively, by the process called gametogenesis. In testes, the immature male germ cells, spermatogonia, produce sperms by spermatogenesis that begins at the puberty. The spermatogonium present on the inside wall of seminiferous tubules multiply by mitotic division and increase in numbers. Each spermatogonium is diploid and contains 46 chromosomes. Some of the spermatogonia, called primary spermatocyte, periodically undergo meiosis. A primary spermatocyte completes the first meiotic division, that is reductional division, leading to the formation of 2 equal haploid cells called the secondary spermatocyte, which have only 23 chromosomes each. The secondary spermatocytes undergo second meiotic division to produce 4 equal haploid spermatids. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് സ്പെർമറ്റോജെനസിസ് നോക്കുന്ന ടൈമിൽ നമുക്ക് പോളാർ ബോഡീസ് ഇല്ല. അതേപോലെ തന്നെ ഈക്വൽ ആണ് ഡിവിഷൻസ്. എപ്പോഴും അൺഈക്വൽ ഡിവിഷൻസ് അല്ലെ ഈക്വൽ ഡിവിഷൻസ് ആണ് സംഭവിക്കുന്നത്. ആൻഡ് സ്പെർമാറ്റോജെനസിസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ഓഫ് പ്യൂബർട്ടി ആണ്. അല്ലാണ്ട് നമ്മൾ ഫീറ്റൽ എംബ്രിയോണിക് സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നില്ല, സ്പെർമാറ്റോജെനസിസ് ബിഗിൻ ഓഫ് ചെയ്യുന്നില്ല. ഓക്കെ, നൗ ഇതിൽ ക്രോമോസോം നമ്പർ സ്പെർമാറ്റോഗോണിയയിൽ 46 ആണ്, പ്രൈമറി സ്പെർമാറ്റോസൈറ്റിലും 46 ആണ്. ഓൺലി ഇൻ ദ സെക്കൻഡറി
spermatocyte and spermatids അല്ലെങ്കിൽ spermatozoa ഹാപ്ലോയിഡ് കാണുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? Now, the spermatids are transformed into spermatozoa, otherwise sperms, by a process called spermiogenesis. After spermiogenesis, sperm heads become embedded in the Sertoli cells and are finally released from the seminiferous tubules by the process called spermiation. Initially, our sperm adinte head embedded ആയിട്ടിരിക്കുന്നത് Sertoli cells ലാണ്. So അതിൽ നിന്ന് release ചെയ്തിട്ട് seminiferous tubules നിന്ന് release ചെയ്തിട്ട് പുറമേക്ക് പോകുന്നതിന് പറയുന്നതാണ് സ്പെർമിയേഷൻ എന്നുള്ളത്. ഓക്കെ, സി ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മളുടെ സ്പെമാറ്റോഗോണിയ. there will be many, sorry, so these are the spermatogonia and idennu parna nammala Sertoli cells and there will be many Sertoli cells and these are our secondary spermatocyte and these are the primary spermatocyte. Okay, ഈ ഹെഡ് എംബഡഡ് ആയി കാണുന്നതാണ് spermatid and those released from the Sertoli cells are called the spermatozoa. Clear ആണോ? Okay, now spermatogenesis starts at the age of puberty due to significant increase in the secretion of gonadotrophin releasing hormone GnRH. This is a hypothalamic hormone. The increased levels of GnRH then acts at the anterior pituitary gland and stimulate the secretion of two gonadotrophin hormones, that is LH and FSH. അപ്പം പ്യൂബർട്ടി ടൈമിൽ നമുക്കറിയാം ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺസിന്റെ ലെവൽ ഭയങ്കര കൂടുതലായിരിക്കും ആൻഡ് അതൊരു ഹൈപ്പോതലാമിക് ഹോർമോണാണ് നമ്മുടെ ഗൊനാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ എന്നുള്ളത്. അതിന്റെ ലെവൽ ഇൻക്രീസ്ഡ് ആകുമ്പോൾ ഇന്റേൺ ആയിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ആന്റീരിയർ പിറ്റ്യൂട്ടറിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യും സോ ആസ് ടു റിലീസ് ഗൊനാഡോട്രോഫിൻ ഹോർമോൺസ് ലൈക്ക് LH ആൻഡ് FSH. ഈ LH എന്ന് പറയുന്നത് ഡയറക്ട്ലി ഇൻവോൾവ് ആണ് ഇൻ സ്പെർമാറ്റോജെനസിസ് വൈൽ FSH സപ്പോർട്ട്സ് സ്പെർമാറ്റോജെനസിസ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെർമേഷൻ സഹായിച്ചിട്ടാണ്. ഓക്കെ, now LH acts at the Leydig cells and stimulates synthesis and secretion of androgens. Androgens in turn stimulate the process of spermatogenesis. The FSH acts on the Sertoli cells and stimulates secretion of some factors which help in the process of spermiogenesis. Factors എന്ന് പറയുമ്പോൾ ആൻഡ്രോജൻ ബൈൻഡിങ് ആയിട്ടുള്ള പ്രോട്ടീൻസും കാര്യങ്ങളും ഉണ്ടാകും. അതേപോലെ തന്നെ certain factors എന്ന് പറയുമ്പോൾ മറ്റ് പല എൻസൈംസ് ആണ് which helps in spermiogenesis. Okay, see, so factors എന്ന് പറയുന്നതിൽ നമുക്ക് ഇൻഹിബിൻ ഉണ്ട്, ആക്ടിവിൻ ഉണ്ട് and we also have an androgen binding protein. So these are the factors that get secreted by follicular stimulating hormones. കാരണം ഈ ഒരു ഹോർമോൺ ആക്റ്റീവ് സെർട്ടോളി സെൽസിന്റെ മേളിലാണ്. ആ സെൽസ് എന്ന് പറയുന്നത് സ്പെർമിയോജെനസിനെ സഹായിക്കുന്നത് ബൈ സം ഫാക്ടേഴ്സിന്റെ സെക്രീഷനെ കൊണ്ടാണ് നമ്മൾ പറഞ്ഞു. ആ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ABP, ഇൻഹിബിൻ ആൻഡ് ആക്ടിവിൻ ആണ്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ഓക്കെ, നൗ ഡിസ്കസിങ് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് സ്പേം. നമുക്കറിയാം സ്പേമിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ 4ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഹെഡ് പോർഷൻ ഉണ്ട്, ഒരു നെക്ക് ഉണ്ട്, ഒരു മിഡിൽ പീസ് ഉണ്ട്, ഒരു ടെയിൽ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഹോൾ സ്ട്രക്ചർ ഓഫ് ദ സ്പേം ഇസ് കവേർഡ് ബൈ എ പ്ലാസ്മ മെംബ്രെയിൻ. The whole body of sperm is enveloped by the plasma membrane. ഇനി സ്പേം ഹെഡ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എന്തുണ്ട്, ഒരു elongated ആയിട്ടുള്ള an elongated ആയിട്ടുള്ള haploid nucleus ഉണ്ട് which contains the chromosomes. It can be either 22 plus X or 22 plus Y. ഇതിൽ ഏതും ആവാം. ഓക്കെ, ഇനി the sperm head contains an elongated haploid nucleus, the anterior portion of which is covered by a cap-like structure called the acrosome. The acrosome is filled with enzymes that help fertilization of the ovum. Now, ഈ ഒരു പെർട്ടിക്കുലർ പോർഷൻ ഹെഡ് പോർഷനിൽ നമുക്കപ്പോൾ വരുന്നത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസും ഒരു ക്യാപ് ലൈക്ക് സ്ട്രക്ചറാണ് കോൾഡ് ദ ആക്രോസോം. ഇറ്റ് ഹാസ് സർട്ടൻ എൻസൈം വിച്ച് ഹെൽപ്സ് ഇൻ ദ ഫെർട്ടിലൈസേഷൻ പ്രോസസ്. സോ ആക്രോസോമുള്ള എൻസൈംസ് ആണ് ഫെർട്ടിലൈസേഷന് എന്ത് ചെയ്യുന്നത്, ഫെസിലിറ്റേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടാവുക. സോ അതിൽ കാണുന്ന എൻസൈംസ് എന്ന് പറഞ്ഞത്
one second, sperm, lysine, acrosin, and hyaluronidase. Nidase എന്നുള്ള എൻസൈംസ് ആയിരിക്കും നമ്മളുടെ ആക്രോസോമിൽ ഉണ്ടാവുക. ഓക്കെ, നൗ ഡിസ്കസിങ് അബൌട്ട് ദ നെക്ക്. നമ്മൾ നെക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് സെൻട്രിയോൾസ് കാണാൻ പറ്റും. ഒരു പ്രോക്സിമൽ, വൺ സെക്കൻഡ്, രണ്ട് സെൻട്രിയോൾസ് കാണാൻ പറ്റും. ഒരു പ്രോക്സിമൽ സെൻട്രിയോളും ഉണ്ടാകും, ഒരു ഡിസ്റ്റൽ സെൻട്രിയോൾ ഉണ്ടാകും. ഒരു പ്രോക്സിമൽ ഡിസ്റ്റൽ സെൻട്രിയോളിന്റെ ഇടയിൽ കാണുന്ന ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് നെക്ക് എന്നുള്ളത്. സി, ഈ ഒരു പോർഷന്, ഒരു ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് നെക്ക്. ഓക്കെ, then we are discussing about the middle piece. നമുക്ക് മിഡിൽ പീസിൽ എന്താണ്, സ്പൈറലി അറേഞ്ച്ഡ് ആയിട്ടുള്ള മൈറ്റോകോൺട്രിയ ഉണ്ടാവും, so as to provide energy for swimming of the particular sperm. ആൻഡ് ആ ഒരു സ്പൈറലി അറേഞ്ച്ഡ് ആയിട്ടുള്ള മൈറ്റോകോൺട്രിയനെ വിളിക്കുന്ന, ഒരു അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പിന്നെ ബൺ കേൺ എന്നാണ് വിളിക്കുന്നുണ്ടാവുക. ഓൾസോ ഈ ഒരു പെർട്ടിക്കുലർ ഫ്ലജെല്ലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിലമെന്റ് എന്ന് പറയുന്നത് ആക്സിയൽ ഫിലമെന്റ് ആയിരിക്കും സ്പേമിന്റെ കാണാനുണ്ടാവുക. Then we have the tail, which helps in the motility of sperm. Okay, the middle piece, possesses numerous mitochondria which produce energy for the movement of tail that facilitate sperm motility essential for fertilization. The human male ejaculates about 200 to 300 millions of sperm during a coitus, of which for normal fertility at least 6% should have normal shape and size, and at least 40% of them must show vigorous motility. So normal fertilization അല്ലെങ്കിൽ normal fertility മൊത്തം എത്ര, ഇപ്പോൾ 200 to 300 million ഓഫ് സ്പേംസ് ഉണ്ടെങ്കിൽ അതിൽ 60% എന്ത് വേണം, നോർമൽ ഷേപ്പ് ആൻഡ് സൈസ് വേണം. ഓഫ് ദാറ്റ് 60%, 40%-എങ്കിലും സ്പേംസിന് എന്ത് വേണം, വിഗ്രസ് മോട്ടിലിറ്റി ഉണ്ടാവണം, സോ ആസ് ടു ഫെർട്ടിലൈസേഷൻ ടു ഒക്കർ. ഓക്കെ, നൗ sperms released from the seminiferous tubules are transported by the axillary ducts, secretion of epidermis, vas deferens, seminal vesicles and prostate are essential for maturation and motility of sperms. So നമുക്കറിയാം ആ ഒരു സെമിനിഫറസ് ഡക്റ്റിൽ നിന്ന് സ്പേമിനെ റിലീസ് ചെയ്തിട്ട് ട്യൂബ്യൂൾസ് വഴി ആണത് എന്താകുന്നത്, ട്രാൻസ്പോർട്ട് ആകുന്നുള്ളത് എന്നുള്ളത്. ഓരോ സമയത്ത് ആ ഡക്റ്റ് വഴി വരുമ്പോൾ അതിലേക്ക് സർട്ടൻ സെക്രീഷൻസ് ഓഫ് എപ്പിഡൈമിസ്, വാസ് ഡിഫറൻസ്, സെമിനൽ വെസിക്കിൾ, പോസ്റ്റേറ്റ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പെർട്ടിക്കുലർ സ്പേമിന്റെ മെച്ചുറേഷനും മോട്ടിലിറ്റിക്കും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓൾസോ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, എപ്പിഡൈമിസ് എന്ന പോർഷനിലാണ് നമ്മളുടെ സ്പേം ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക, സോ ആസ് ടു ഗെറ്റ് ഇറ്റ്സ് നറിഷ്മെന്റ് ആസ് വെൽ ആസ് അതിന്റെ മെച്ചുറേഷന് വേണ്ടിയിട്ട്. ഓക്കെ, സോ അതിലേക്ക് ഈ ഒരു പെർട്ടിക്കുലർ സ്പേമിന്റെ ട്രാൻസ്പോർട്ടിന്റെ സമയത്ത് അതിന് എന്ത് കിട്ടുന്നുണ്ട്, സർട്ടൻ സെക്രീഷൻസ് അതിന് ലഭിക്കുന്നുണ്ട്, സോ ദാറ്റ് അതിന്റെ ഗ്രോത്ത്, ഒരു മെച്ചുറേഷനും മോട്ടിലിറ്റിക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ടാവും. Now, the seminal plasma along with the sperm constitute the semen. The function of the male sex axillary ducts and glands are maintained by the testicular hormones, that is androgens or testosterones. Okay. Now, ഇത്രയും ക്ലിയർ ആണോ? സ്പെർമാറ്റോജെനസിസ് എന്നുള്ള പോർഷൻ ക്ലിയർ ആണോ? സ്പെർമാറ്റോജെനസിസ് എന്നുള്ള പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ മാക്സിമം നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഓൾവേസ് വെൽക്കം, ഈ കോമന്റ് സെഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, നൗ ഡിസ്കസിങ് അബൌട്ട് ദ oogenesis. Oogenesis. The formation of a mature female gamete is called the oogenesis. നന്നായി ശ്രദ്ധിച്ചു കേട്ടോ, അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതിൽ ആദ്യം ഞാൻ ഡയഗ്രാം വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫീമെയിൽസിൻ്റെ കേസിൽ ഒരു ഫീമെയിൽ ഫീറ്റസ് ഒരു മദറിൻ്റെ ബോഡിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്, oogenesis സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഫീറ്റൽ ലൈഫിൽ തന്നെ oogenesis ബിഗിൻ ചെയ്യുന്നുണ്ട്. വേറാസ് സ്പെർമാറ്റോജെനസിസ് അറ്റ് ദ ടൈം ഓഫ് പ്യൂബർട്ടി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഊഗോണിയ, നേരത്തെ പറഞ്ഞ പോലെ ഊഗോണിയ വിച്ച് ഇസ് എ ഗാമേറ്റ് മദർ സെൽ 2n പ്ലോയിഡിറ്റി, ഇത് എന്ത് ചെയ്യുന്നുണ്ട്, മൈറ്റോസിസ് വഴി ഒരുപാട് നമ്പറായി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് സം സബ്സെറ്റ് ഓഫ് ദീസ് ഊഗോണിയ ദേ ഗ്രോ ഇൻ സൈസ്, ദേ ഗെറ്റ് ഇൻക്രീസ് ഇൻ സൈസിൽ മോഡിഫിക്കേഷൻ വരും. ആൻഡ് അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പ്രൈമറി
primary oocyte, which is also 2n in ploidity. ഇനി ഇതിൽ ഈ ഉഗോണിയ എന്ന് പറയുന്നത് എന്താണ്? പ്ലോയിഡിറ്റി 2n ആണല്ലോ. നേരത്തെ പറഞ്ഞ പോലെ മൈറ്റോസിസ് നടന്ന് ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ഇൻ സൈസ് ആണ് നടന്ന് നമുക്ക് എന്തുണ്ടായി? പ്രൈമറി oocyte ഉണ്ടായി, വിച്ച് ഈസ് ഓൾസോ 2n in പ്ലോയിഡിറ്റി. ഇനി ഇത് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് പ്രോഫേസ് 1 ഓഫ് മിയോസിസ് 1 അറസ്റ്റ് ആകും. പ്രോഫേസ് 1 ഓഫ് മിയോസിസിൽ അറസ്റ്റ് ആകും ആര്? ഈ പ്രൈമറി oocyte എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ ആ ഒരു മിയോസിസ് 1 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആകുക റൈറ്റ് ആഫ്റ്റർ ബർത്ത് ആയിരിക്കും കംപ്ലീറ്റ് ആകുന്നുണ്ടാവുക. വെൻ ദ ഇൻഫാന്റ് ഇസ് ബോൺ, ആ ഒരു ടൈമിലാണ് പ്രൈമറി oocyteന്റെ പ്രോഫേസ് 1 എന്ന് പറയുന്ന മിയോസിസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. അതുവരെ അത് അറസ്റ്റായി നിൽക്കുന്നുണ്ടാവും അറ്റ് പ്രോഫേസ് 1. ഓക്കെ, അത് ബർത്തിന്റെ ടൈമിലാണ് ഞാൻ പറഞ്ഞു മിയോസിസ് 1 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആകുന്നുണ്ടാവുക ജസ്റ്റ് പ്രയർ ടു ഓവുലേഷൻ, അതായത് മെൻസുറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഓവുലേഷൻ്റെ പ്രയർ ആയിട്ടായിരിക്കും അത് എന്ത് ചെയ്യുന്നുണ്ടാവും? കംപ്ലീറ്റ് ആകുന്നുണ്ടാവുക. വൺസ് ഇറ്റ് ഗെറ്റ്സ് കംപ്ലീറ്റഡ് അത് എന്ത് ചെയ്യും? അൺഈക്വൽ ഡിവിഷൻ ആയിരിക്കും തരുന്നുണ്ടാവുക. അൺഈക്വൽ ഡിവിഷൻ എന്ന് പറയുമ്പം സൈസിലുള്ള വേരിയേഷൻ ആണ്. It is a secondary oocyte which is enlarged and we have first polar body. ഈ സെക്കൻഡറി oocyte എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഇത് നടക്കുന്ന അഡൾട്ട് ആയിട്ടുള്ള റിപ്രൊഡക്റ്റീവ് ലൈഫ് ടൈമിലാണ്. ഈ സെക്കൻഡറി oocyte ഇന്റേൺ ഓവം അല്ലെങ്കിൽ സെക്കൻഡ് പോളാർ ബോഡി ആകണം എന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡറി oocyteന്റെ ബോഡിയിലേക്ക് എന്ത് എൻ്റർ ചെയ്യണം? സ്പേം എൻ്റർ ചെയ്തിട്ട് അതിൽ മെറ്റാഫേസ് 2 എന്ന് പറയുന്ന ഫേസിലാണ് സെക്കൻഡറി oocyte എന്താകുന്നത്? ഹാൾട്ട് ആകുന്നുള്ളത്. ഓക്കെ, സോ വൺസ് അഗൈൻ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. കണ്ടോളൂ, ഇത് നമ്മളുടെ പ്രൈമറി oocyte ആണ്. ഈ പ്രൈമറി oocyte എന്ന് പറയുന്നത് നമ്മളുടെ ഫീറ്റൽ ലൈഫിൽ ആ ടൈമിൽ തന്നെ ഇത് എന്തായിട്ടുണ്ട്? ഫോംഡ് ആയിട്ടുണ്ട്. അത് മിയോസിസ് 1, അതായത് ഇക്വേഷണൽ റിഡക്ഷണൽ ഡിവിഷനിൽ പ്രോഫേസ് 1 എന്ന് പറഞ്ഞ സ്റ്റേജിൽ അത് അറസ്റ്റഡ് ആയിരിക്കുകയാണ്. ബർത്ത് ടൈമിൽ പ്രയർ ടു ഓവുലേഷൻ മാത്രമാണ് മിയോസിസ് 2 എന്താകുന്നത്? കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ, അതിന് റിസൾട്ടായി നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡറി oocyte ലഭിക്കും, ഒരു ഫസ്റ്റ് പോളാർ ബോഡി ഉണ്ടാവും. ഈ ഫസ്റ്റ് പോളാർ ബോഡി ഒന്നെങ്കിൽ ഫർദർ ഡിവൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഡീജനറേറ്റ് ചെയ്ത് പോകുന്നുണ്ടാവാം. ഈ സെക്കൻഡറി oocyte എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ഇൻ കണ്ടീഷൻ ആണ്. ഓക്കെ, ഈ സെക്കൻഡറി oocyte ഫോംഡ് ആയിട്ടുള്ളത് മിയോസിസ് 2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അത് അതിന്റെ മെറ്റാഫേസ് 2 എന്ന് പറഞ്ഞ സ്റ്റേജിൽ എന്താവാണ്? ഹോൾട്ട് ആവാണ്, അറസ്റ്റഡ് ആവാണ്. അപ്പൊ എപ്പോഴാണ് ഈ മിയോസിസ് 2 കംപ്ലീറ്റ് ആവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെക്കൻഡറി oocyteന്റെ ബോഡിയിലേക്ക് എപ്പോഴാണോ ഈ ഒരു സ്പേം എൻ്റർ ചെയ്യുന്നത്, ആ സ്പേം എൻ്റർ ചെയ്യുമ്പോഴാണ് ഇമ്മീഡിയറ്റ്ലി സെക്കൻഡറി oocyteലെ മിയോസിസ് 2 കംപ്ലീറ്റ് ആയിട്ട് ഓവം അല്ലെങ്കിൽ ഊട്ടിഡ് ഫോം ചെയ്യുന്നുണ്ടാവാം. Right after the formation of ovum and ovum, there will be the fusion of gametes, fusion of nucleus, which result in the formation of a diploid zygote. അതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നപ്പം ഈ ഓവുലേഷൻ റിലീസ് ചെയ്യുന്ന ഓവം എന്നൊക്കെ പറയുന്നതൊക്കെ ആക്ച്വലി എന്താണ്? സെക്കൻഡറി oocyte ആണ്. ഈ സെക്കൻഡറി oocyte ഓവമായി അല്ലെങ്കിൽ ഊട്ടിഡായി മാറുന്നത് എപ്പോഴാണോ സ്പേം അതിലേക്ക് എൻ്റർ ചെയ്യുന്നത്, ഇതിന്റെ ആ ഒരു പെർട്ടിക്കുലർ മെംബ്രെയിൻ കടന്ന് എൻ്റർ ചെയ്യുന്നത്, ആ ടൈമിലാണ് റാപ്പിഡ് ആയിട്ട് മിയോസിസ് 2 കംപ്ലീറ്റ് ആവുന്നതും ഊട്ടിഡ് അല്ലെങ്കിൽ ഓവം എന്ന സംഭവം ഫോം ചെയ്യുന്നതും. വൺസ് റൈറ്റ് ആഫ്റ്റർ ദ ഓവം ഗെറ്റ്സ് ഫോം, അപ്പൊ തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ന്യൂക്ലിയസിന്റെ ഫ്യൂഷൻ നടന്നിട്ട് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ ഡിപ്ലോയിഡ് സൈഗോട്ട്. ഇത് ക്ലിയർ ആണോ? ഈസ് ദിസ് ക്ലിയർ? ആൻഡ് സെക്കൻഡ് പോളാർ ബോഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യും? ഡീജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇത് ക്ലിയർ ആണോ? ഓക്കെ, സോ ഇൻ ദിസ് ഈ ഒരു ഫേസിന് നമ്മൾ പറഞ്ഞത് മൾട്ടിപ്ലിക്കേഷൻ ഫേസ് എന്നാണ്. ആൻഡ് ദിസ് ഫേസിനെ വിളിക്കുന്ന പേരാണ് ഗ്രോത്ത് ഫേസ്. ഫ്രം ഹിയർ ടു ഹിയർ ഇറ്റ് ഈസ് ദ മെച്ചുറേഷൻ ഫേസ്. ബോത്ത് കേസസിലും ഇത് മൾട്ടിപ്ലിക്കേഷൻ ഫേസ് ആണ്, ഇത് ഗ്രോത്ത് ഫേസ് ആണ്, ആൻഡ് ദിസ് ഈസ് മെച്ചുറേഷൻ ഫേസ്. ഇത് ക്ലിയർ ആണോ? റെഡി ആണോ? ഇത് ഈ പോർഷൻ മനസ്സിലായിട്ടുണ്ടോ? ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കോമന്റ് സെക്ഷനിൽ അറിയിക്കോ. Okay. Now, the process of formation of a mature female gamete is called the oogenesis.
which is markedly different from spermatogenesis. കാരണം spermatogenesisൽ oogenesisഉം തമ്മിൽ വ്യത്യാസം നോക്കുകയാണെങ്കിൽ spermatogenesis നടക്കുന്നത് puberty ടൈമിലാണ്, whereas oogenesis ഒരു embryonic life അല്ലെങ്കിൽ fetal life തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. The second difference is that മിയോസിസ് എല്ലാം കറക്റ്റായി, അതായത് മിയോസിസിലൊന്നും ഒരു ഇന്ററപ്ഷൻ ഇല്ലാണ്ട് സ്പെർമാറ്റോജെനസിസ് നടക്കുന്നുണ്ട്. oogenesis നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ററപ്റ്റഡ് ആയിട്ടാണ് മിയോസിസ് കംപ്ലീറ്റ് ആകുന്നത്. സ്പെർമാറ്റോജെനസിസിൽ എപ്പോഴും ഈക്വൽ ഡിവിഷൻസ് ആണ് സംഭവിക്കുന്നത്, വേറെസ് oogenesisൽ അൺഈക്വൽ ഡിവിഷൻസ് ആണ് സംഭവിക്കുന്നത്. ഓൾസോ സ്പെർമാറ്റോജെനസിസിൽ നമുക്ക് പോളാർ ബോഡീസ് റിലീസ്ഡ് ആകുന്നില്ല. oogenesis നമുക്ക് എന്താവുന്നുണ്ട്, oogenesis നമുക്ക് പോളാർ ബോഡീസ് റിലീസ്ഡ് ആകുന്നുണ്ട്. ഓൾസോ ഒരു സ്പെർമാറ്റോഗോണിയിൽ നിന്ന് ഉണ്ടാകുന്ന സ്പേമിന്റെ റേഷ്യോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് 1:4. വേറസ് ഒരു പ്രൈമറി ഊസൈറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാകുന്ന ഊട്ടിഡ് അല്ലെങ്കിൽ ഓവം എന്ന് പറയുന്നത് എപ്പോഴും 1:1 ആയിരിക്കും. Okay. Now, during the embryonic developmental oogenesis എന്താവുന്നുള്ളത് ഇനീഷ്യേറ്റഡ് ആകുന്നുള്ളത്. Okay, when a couple of million gamete mother cells oogonia are formed within each fetal ovary, no more oogonia are formed and are added after birth. അതായത് ജനനത്തിന് ശേഷം ഫർദർ ആയി ഒരു oogonia എന്താകുന്നില്ല, ആഡ് ആകുന്നില്ല. These cells start division and enter into prophase 1 of the meiotic division and gets temporarily arrested at that stage, called the primary oocyte. Now, each primary oocyte then gets surrounded by a layer of granulosa cells and is called the primary follicle. അതായത് ഇത് നമ്മളുടെ പ്രൈമറി oocyte ആണെന്ന് വിചാരിച്ചോളൂ. ഇതിന് ചുറ്റും എന്ത് വരും, ഒരു സിംഗിൾ ലെയർ ഓഫ് ഗ്രാനുലോസ സെൽസ് വരും. Okay. See, ഇതാണ് പ്രൈമറി ഫോളിക്കിൾ. ഈ പ്രൈമറി ഫോളിക്കിളിൽ ഇന്റേൺ ആയിട്ട് ഗ്രാനുലോസ സെൽസിന്റെ ലെയർ കൂടും. ആൻഡ് ഇറ്റ് ഓൾസോ ഡെവലപ്സ് എ തീക്ക. ഇതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ഫോളിക്കിൾ. പക്ഷെ ഇതിന്റെ അകത്തുള്ളത് എന്താണ്, പ്രൈമറി oocyte ആണ്. ഇപ്പോഴും ഇവിടെയും ഉള്ളത് പ്രൈമറി oocyte ആണ്. നെക്സ്റ്റ് ഫർദർ ആയിട്ട് മോർ ആൻഡ് മോർ ഗ്രാനുലോസ സെൽസ് എന്താകും, ഇതിന് ചുറ്റും സറൗണ്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, മോർ ആൻഡ് മോർ ഗ്രാനുലോസ സെൽസ് ഇങ്ങനെ ആഡ് ഓൺ ആവുന്നുണ്ടാവും. ആസ് വെൽ ആസ് അവിടെ ഒരു ആൻഡ്രൽ ക്യാവിറ്റിയും വരും. ഓക്കെ, ഇതാണ് നമ്മളുടെ ടെറിഷറി ഫോളിക്കിൾ. പക്ഷേ ഏർലി സ്റ്റേജ് ഓഫ് ടെറിഷറി ഫോളിക്കിൾ ഉള്ളത് എപ്പോഴും പ്രൈമറി oocyte ആയിരിക്കും. ആൻഡ് ഈ ഒരു തീക്ക ഡ്യൂറിങ് ടെറിഷറി ഫോളിക്കിൾ 2 ലെയർ ആയിട്ടായിരിക്കും മാറുന്നുണ്ടാവാം. ഔട്ടർ എക്സ്റ്റേണ ആൻഡ് ഇന്നർ ഇന്റേണ ആയിട്ടായിരിക്കും അത് മാറുന്നുണ്ടാവാം. ഈ ഇന്റേണ എന്ന് പറയുന്ന ഒരു ലെയർ സ്റ്റിറോയിഡ് ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഈ സ്റ്റിറോയിഡ് ഹോർമോൺസിനെ ആര് യൂട്ടിലൈസ് ചെയ്യും, ഈ ഗ്രാനുലോസ സെൽസ് യൂട്ടിലൈസ് ചെയ്തിട്ട് അവർ എന്ത് ചെയ്യും, ഈസ്ട്രജൻ എന്ന ഫീമെയിൽ ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനി ലേറ്റസ്റ്റ് സ്റ്റേജ് ഓഫ് ടെറിഷറി ഫോളിക്കിൾ നോക്കുന്ന ടൈമിൽ latest stage of tertiary follicle, granulosa cells ഒക്കെ വന്നിട്ടുണ്ടാവും. Okay, 1 second. Later stage of Graafian follicle, more and more ആയിട്ട് granulosa cells വന്നിട്ടുണ്ടാവും. There will be a theca, there will be a antral cavity. Okay,
ആൻഡ് ദീസ് ടൈമിലാണ് എന്തായി മാറുക, ഒരു സെക്കൻഡറി oocyte മാറുന്നുണ്ടാവുക. ഓക്കെ, സോ ഇതിന് നമുക്ക് ടെർഷ്യറി ഫോളിക്കിൾ അല്ലെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയാം. അപ്പോൾ ഏർലി ടെർഷ്യറി ഫോളിക്കിളിന്റെ കേസിൽ അകത്ത് ഉണ്ടാവുന്നത് പ്രൈമറി oocyte ആണെങ്കിൽ ലേറ്റ് ടെർഷ്യറി ഫോളിക്കിൾ സ്റ്റേജിൽ കാണുന്ന സെക്കൻഡറി oocyte ആണ്. ഓക്കെ, a large number of these follicles degenerate during the phase from birth to puberty. Therefore, at puberty, only 60,000 to 80,000 primary follicles are left in each ovary. The primary follicles get surrounded by more layers of granulosa cells and a new theca and are called the secondary follicle. Appuram secondary follicle agathulla oocyte primary oocyte aanu. Now, the secondary follicle soon transforms into tertiary follicle, which is characterized by a fluid-filled cavity called the antrum. The theca layer is organized into an inner theca interna and outer theca externa. Now, the primary oocyte within the tertiary follicle grows in size and completes its first meiotic division, which is an unequal division resulting in the formation of a large haploid secondary oocyte and a tiny first polar body. The secondary oocyte retains bulk of the nutrient-rich cytoplasm of the primary oocyte. Now, the tertiary follicle further changes into the mature follicle or the Graafian follicle. The secondary oocyte forms a new membrane called the zona pellucida surrounding it. The Graafian follicle now ruptures to release the secondary oocyte. See, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു സെക്കൻഡറി oocyte പ്രൈമറി oocyte എന്താകുന്നുണ്ട്, മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡറി oocyte ലാർജ് ഇൻ സൈസ് ആകുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഗ്രാനുലോസ് ലെയറിന് പുറമെ നമുക്ക് എന്ത് കാണാം, ഒരു നോൺ സെല്ലുലാർ ഗ്ലൈക്കോ പ്രോട്ടീൻ ലെയർ കാണാം, വിച്ച് ഈസ് കോൾഡ് ആസ് ദ സോണ പെല്യൂസിഡ. ഓക്കെ, ആൻഡ് സോണ പെല്യൂസിഡിന് പുറമെ നമുക്ക് എന്ത് കാണാൻ പറ്റും, സ്പിൻഡിൽ ഷേപ്ഡ് ആയിട്ട് കാണുന്ന കുറച്ച് സെല്ലുലാർ ലെയർ ഉണ്ട്, ദറ്റ് ഈസ് ദ കൊറോണ റേഡിയേറ്റ. ഇത്രയും ക്ലിയർ ആണോ? ഈസ് ദിസ് പോർഷൻ ക്ലിയർ? ഇത്രയും ഭാഗം ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? വേഗം പറഞ്ഞേ ഓക്കെ ആണോ എന്നുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. The Graafian follicle now rupture to release the secondary oocyte from the ovary by the process called the ovulation. So ovulation സമയത്ത് റിലീസ്ഡ് ആവുന്നത് ഓവം അല്ല, സെക്കൻഡറി oocyte ആണെന്നുള്ളത് ഓർക്കുക. Okay. Now another important part of the chapter, menstrual cycle, which is also very easy. നിങ്ങൾ attention proper ആയിട്ട് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെരി ഈസി ആയിട്ട് ഈ കൺസെപ്റ്റ് മനസ്സിലാവും, ഈസി ആയി നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഇത്രയും ക്ലിയർ ആണെങ്കിൽ ഞാൻ menstrual cycle സ്റ്റാർട്ട് ചെയ്യാം. റെഡി? സി, നമുക്ക് മെൻസ്ട്രൽ സൈക്കിളിന് നമുക്ക് മെയിൻലി മെൻസ്ട്രൽ സൈക്കിൾ ഈസ് കൺസിസ്റ്റ് ഓഫ് 2 types of cycles, യൂട്രൈൻ സൈക്കിൾ ആസ് വെൽ ആസ് ഓവേറിയൻ സൈക്കിൾ. ഓവേറിയൻ സൈക്കിൾ എന്ന് പറയുമ്പം ഓവറിയിൽ നടക്കുന്ന ചേഞ്ചസ് ആയിരിക്കും, യൂട്രൈൻ സൈക്കിൾ എന്ന് പറയുമ്പോൾ യൂട്രസിൽ നടക്കുന്ന സംഭവം ചേഞ്ചസിനാണ് നമ്മൾ ഈ 2 സൈക്കിൾസ് ആയി പറയുന്നത്. ഓക്കെ, സോ മെൻസ്ട്രൽ സൈക്കിൾ നമുക്കറിയാം ഓൾ ദ ഫീമെയിൽ പ്രൈമേറ്റ്സ് എന്ത് കാണിക്കുന്നുണ്ട്, റിപ്രൊഡക്റ്റീവ് സൈക്കിൾസ് കാണിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മങ്കി, ഏപ്സ്, ഹ്യൂമൻ ബീങ്സ്. ആ ഒരു റിപ്രൊഡക്റ്റീവ് സൈക്കിളിനെ വിളിക്കുന്ന പേരാണെടാ എന്ത്, മെൻസ്ട്രൽ സൈക്കിൾ. Okay, the first menstruation begins at puberty and is called the menarche. In human females, menstruation is repeated at an average interval of about 28 to 29 days. And the cycle of events starting from one menstruation till the next one is called the menstrual cycle. Okay, so menarche എന്നാണ് obviously the first menstruation that begins at puberty നെ വിളിക്കുന്ന പേരാണ് menarche എന്നുള്ളത്. menopause എന്ന് പറയുമ്പോൾ ഒരു 50-year-old ആയിട്ടുള്ള ലേഡിയിൽ irregular menstruation ഉണ്ടാവും, which leads to stoppage of menses. അതിനെ വിളിക്കുന്ന പേരാണ് menopause എന്നുള്ളത്. യൂഷ്വലി menstrual cycle ഒരു ആവറേജ് ഇന്റർവെൽ എന്ന് പറയുന്നത് 28 to 29 ഡേയ്സ് ആയിരിക്കും. ഇതല്ലാണ്ട് ചെറിയ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ വരാം, മേ ബി 30 ഡേയ്സ് ആവാം, 31 ഡേയ്സ് ആവാം, 32 ഡേയ്സ് ആവാം. ഓക്കെ, above 35 days എന്ന് പറയുന്നത് നോർമലി കൺസിഡേഴ്സ് അബ്നോർമൽ ആണ്. നൗ സോ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മെൻസ്ട്രേഷൻ സൈക്കിൾ മുതൽ നെക്സ്റ്റ് മെൻസ്ട്രൽ സൈക്കിളിന്റെ ഇടയിലുള്ള ഒരു പെർട്ടിക്കുലർ പീരിയഡ് അല്ലെങ്കിൽ ഇന്റർവെലിനെ വിളിക്കുന്ന പേരാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്നുള്ളത്. ഓക്കെ, നൗ വൺസ് ഓവം ഇസ് റിലീസ്ഡ്, വിച്ച് ഇസ് ഓവുലേഷൻ, ഡ്യൂറിംഗ് മിഡിൽ
of each menstrual cycle. One second. ഞാൻ ആദ്യം ഇത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സി നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ ഡിസ്കസ് ചെയ്യുന്നത് എവിടെ മുതലാണ്? മെൻസ്ട്രേഷൻ എന്നുള്ള ഫേസ് മുതലാണ്. യൂഷ്വലി മെൻസ്ട്രൽ സൈക്കിളിൽ 4 phases ആണുള്ളത്. മെൻസ്ട്രേഷണൽ ഫേസ്, ഫോളിക്കുലർ ഫേസ് അഥവാ പ്രൊളിഫറേറ്റീവ് ഫേസ്, ദെൻ വി ഹാവ് ദ ഓവുലേറ്ററി ഫേസ്, ദെൻ വി ഹാവ് ദ ല്യൂട്ടിയൽ ഫേസ്. ഇങ്ങനെ 4 ഫേസുകളായിട്ടാണ് നമുക്ക് മെൻസ്ട്രൽ സൈക്കിൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുക. ഇതിൽ മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുന്നത്, മെൻസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ദ വിൽ ബി ബ്ലീഡിങ് അല്ലെ. ആ എൻഡോമെട്രി ഒക്കെ എന്തായിട്ടുണ്ട്? റപ്ചർ ആയിട്ടുണ്ടാവും along with its tissues as well as blood vessels which come out of the uterus through the vagina as a liquid അല്ലേ. അപ്പം ഇതിൽ ഈ മെൻസസ് സമയത്ത് നോക്കുന്ന ടൈമിൽ നമുക്കറിയാം മെയിൻലി ഈ ഒരു ഇപ്പം ഞാൻ ഇതിനെ 3 ഡിവൈഡ് ചെയ്യാൻ വിചാരിച്ചോളൂ നിങ്ങൾ. ഇതൊരു പ്രീ ഓവുലേറ്ററി ഫേസും ഓവുലേറ്ററി ഫേസും എന്ന് വിചാരിച്ചോളൂ നിങ്ങളിത്. ഇത് പോസ്റ്റ് ഓവുലേറ്ററി ഫേസ്. ഈ പ്രീ ഓവുലേറ്ററി ഫേസിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന ഹോർമോൺസ് LH, FSH ആൻഡ് ഈസ്ട്രജൻ. സോ ലുക്കിംഗ് അപ്പോൺ ദ ഓവറി, അല്ലെങ്കിൽ ഓവറിൻ ഹോർമോൺസും ഓവറിൻ ഇവൻസും നോക്കുന്ന ടൈമിൽ വി ഹാവ് ദ പ്രൈമറി oocyte, അത് പ്രൈമറി ഫോളിക്കിളായി മാറി. പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, tertiary follicle early stage, then we have tertiary follicle late stage അല്ലെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയാം. ഓക്കെ, സോ നമുക്കറിയാം ഈ ഓരോ ഫോളിക്കിൾസ് അല്ലെങ്കിൽ ഗ്രാനുലോസ സെൽസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അത് പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ ആയി, ടെർഷ്യറി ഫോളിക്കിൾ ആയി, അല്ലെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്കിൾ ആവുന്ന സമയത്ത് ടെർഷ്യറി ഫോളിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. തീക്ക ഇന്റണ എന്ന് പറഞ്ഞ ലെയർ ഒരു സ്റ്റിറോയിഡിനെ റിലീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ഒരു സ്റ്റിറോയിഡ് എന്ന കെമിക്കലിനെ ആര് യൂട്ടിലൈസ് ചെയ്യും? ഈ ഒരു ടെർഷ്യറി ഫോളിക്കിളിലെ ഗ്രാനുലോസ സെൽസ് യൂട്ടിലൈസ് ചെയ്തിട്ട് ഈസ്ട്രജൻ എന്ന ഹോർമോൺസിന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആ ഈസ്ട്രജൻ ആണ് നമുക്ക് നമ്മളുടെ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള എൻഡോമെട്രിയം റീജനറേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. സോ ദിസ് ഈസ് ദ മെൻസ്ട്രേഷൻ ഫേസ്. ഈ മെൻസ്ട്രേഷൻ ഫേസിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ബ്ലീഡിങ് സംഭവിച്ചു. there will be bleeding. ബ്ലീഡിങ് എന്ന് പറയുമ്പോൾ എൻഡോമെട്രിയം നേരത്തെ തിക്നെസ്സിൽ ഉണ്ടായിരുന്ന എൻഡോമെട്രിയം ഇപ്പം എന്തായി? തിന്നായി വന്നിട്ടുണ്ട്, ഷെഡ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് സൈക്കിളിന് വേണ്ട എൻഡോമെട്രിയം തിക്നിങ് ആര് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ ആര് റീജനറേറ്റ് ചെയ്യണം? ഇപ്പം ഈ ഒരു ഈസ്ട്രജൻ, പുതിയതായി ഉണ്ടായിട്ടുള്ള ഈസ്ട്രജൻ ഹോർമോൺ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യണം ഫർദറായി റീജനറേഷൻ സംഭവിക്കാൻ. ഓക്കെ, സോ ഇവിടെ FSHന്റെ അളവും LHന്റെ അളവും കൂടുന്നുണ്ട്. FSHന്റെ എമൗണ്ട് കൂടുന്നത് കൊണ്ടാണ് നമ്മളുടെ പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിളും ടെർഷ്യറി ഫോളിക്കിളും പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, ടെർഷ്യറി ഫോളിക്കിൾ ആകുന്നത്. ആൻഡ് ആസ് എ റിസൾട്ട് അവിടെ എന്ത് സംഭവിക്കുന്നു? ടെർഷ്യറി ഫോളിക്കിൾ ആകുമ്പം ഈസ്ട്രജന്റെ അളവും കൂടുന്നുണ്ട്. ഓക്കെ, നൗ ഡ്യൂറിങ് ദ ഫോളിക്കുലർ ഫേസ്, ഇതിൽ ഫോളിക്കുലർ ഫേസ് എന്ന് പറയാൻ കാരണം ഇവിടെ പ്രീഡോമിനന്റ് ആയി ആക്ട് ചെയ്യുന്നത് ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഫോളിക്കിൾസിന്റെ ഡെവലപ്മെന്റ് അത് ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ആസ് എ റിസൾട്ട് ഈസ്ട്രജന്റെ അളവും കൂടുന്നുണ്ട്. ടുവേർഡ്സ് ദ ഓവുലേറ്ററി ഫേസ് അല്ലെങ്കിൽ ടുവേർഡ്സ് ദ ഓവുലേറ്ററി ഫേസ് നമുക്ക് എന്ത് കാണാം? there is rapid secretion of LH and FSH. രണ്ട് ഗൊനാഡോട്രോഫിൻ ഹോർമോൺസിന്റെ ഹോർമോൺ ലെവൽ പീക്കിൽ എത്തിയിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് LH സർജ് എന്നുള്ളത്. റാപ്പിഡ് സെക്രീഷൻ ഓഫ് ലൂട്ടനൈസിങ് ഹോർമോണിനെ വിളിക്കുന്ന പേരാണ് LH സർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതേ ടൈമിൽ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? FSHന്റെ അളവും കൂടുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ഭാഗത്തിലുള്ള ഈസ്ട്രജൻ റിലീസ്ഡ് ആയിട്ടുള്ള ഈസ്ട്രജൻ എന്ത് ചെയ്യും? വീണ്ടും എൻഡോമെട്രിയത്തിന്റെ തിക്കനിങ് കൂടാൻ അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. ഓക്കെ, നൗ ഈ ഒരു ഓവുലേറ്ററി ഫേസിൽ LHന്റെ അളവ് എന്താണ്? വളരെയധികം കൂടുതലായിരിക്കും. ഇതിൽ ഈസ്ട്രജൻ എന്ന് പറയുന്നത് ഇൻഡയറക്ട്ലി ഓവുലേഷൻ അല്ലെങ്കിൽ ഓവുലേറ്ററി ഫേസിന് എന്ത് ചെയ്യുന്നത്? സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ആസ് ടു റിലീസ് ദാറ്റ് പെർട്ടിക്കുലർ സെക്കൻഡറി oocyte, അതായത് മെച്ചുവർ ഫോളിക്കിളിൽ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ത് ചെയ്യും? റപ്ചർ ചെയ്യുന്നുണ്ട്. ആ റപ്ചർ ചെയ്യാൻ സഹായിക്കുന്നത് ഒരു LH ആണ്. ലൂട്ടിനൈസിങ് ഹോർമോൺ അത്രയും പീക്ക് ലെവൽ എത്തുമ്പോൾ റപ്ചർ സംഭവിക്കുന്നുണ്ടാവുക. അതിന്റെ കൂടെ ഈ ഈസ്ട്രജനും കൂടെ അതിന് എന്ത് ചെയ്യുന്നത്? ഇൻഡയറക്ട്ലി സഹായിക്കുന്നുണ്ടെന്ന് പറയാൻ കാരണം ഈ പ്രൈമറി ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്തിട്ടാണല്ലോ ഈസ്ട്രജൻ ഉണ്ടാകുന്നത്. ഈ ഈസ്ട്രജനും കൂടി ഉണ്ടാകുമ്പോഴാണ്, അതായത് പ്രൈമറി ഫോളിക്കിൾസ് അത്യാവശ്യം മെച്ചോർഡായി എത്തുമ്പോഴാണ് എന്ത് LH സർജ് ഉണ്ടാവുക, ഗ്രാഫിയൻ ഫോളിക്കിൾ റിലീസ്ഡ് ആകുന്നുണ്ടാവുക. ഓൾസോ ഈ ഈസ്ട്രജൻ അത് റിലീസ്ഡ് ആയ ഓവത്തിന് റിലീസ് ചെയ്ത സമയത്ത് സ്പേം അതിനെ ഫെർട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇംപ്ലാന്റ് ചെയ്യാൻ എന്ത് വേണം? എൻഡോമെട്രിയൽ തിക്നിങ് വേണം. ആ എൻഡോമെട്രിയൽ തിക്നിങ് നേരത്തെ
പൊട്ടിപ്പൊടിഞ്ഞു പോയിട്ടുള്ള ഷെഡ് ഓഫ് ചെയ്തിട്ടുള്ള ഒരു എൻഡോമെട്രിയം തിക്കനിങ്ങിന് കാരണമാകുന്നതും ഈസ്ട്രജൻ ആണ്. ഇങ്ങനെയാണ് അത് ഇൻഡയറക്ട്ലി അതിന് എന്ത് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, സോ ഫോളിക്കുലർ ഫേസിനെ പ്രൊളിഫറേറ്റീവ് ഫേസ് എന്ന് വിളിക്കാൻ കാരണം ഫോളിക്കിൾസിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നതുകൊണ്ടാണ്. യൂഷ്വലി മെൻസ്ട്രേഷൻ പൊതുവെ ഉണ്ടാവുക 3 to 5 days ആണ്. ഫോളിക്കുലർ ഫേസ് അല്ലെങ്കിൽ പ്രൊളിഫറേറ്റീവ് ഫേസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡേയ്സ് എന്ന് പറയുന്നത് വേരിയബിൾ ആയിരിക്കും. ഇതിൽ ഏറ്റവും ലോങ് ഫേസിൽ കാണുന്നതാണ് ലൂട്ടിയൽ ഫേസ് അല്ലെങ്കിൽ സെക്രീറ്ററി ഫേസ് എന്ന് വിളിക്കും. ഇനി ഓവുലേറ്ററി ഫേസിൽ നിന്നും സെക്കൻഡറി യൂസൈറ്റ് റിലീസ്ഡ് ആയി അതിൽ നിന്നുള്ള ഗ്രാഫിയൻ ഫോളിക്കിളിന് റെമനൻസ് എന്തായി മാറുന്നുണ്ട്, കോർപ്പസ് ല്യൂട്ടിയം ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, ഇഫ് അത് കോർപ്പസ് ല്യൂട്ടിയം ഡെവലപ്പ് ആവുന്ന സമയത്ത് പ്രൊജസ്ട്രോണിന്റെ അളവ് എന്താവുന്നുണ്ട്, കൂടുന്നുണ്ട്. ഇഫ് പ്രഗ്നൻസി ഈസ് നോട്ട് ഹാപ്പനിങ്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല എന്നാണെങ്കിൽ ആ പ്രൊജസ്ട്രോണിന്റെ അളവ് എന്ത് ചെയ്യും, താഴത്തേക്ക് കുറഞ്ഞു പോകും. സപ്പോസ് ഇമാജിൻ പ്രഗ്നൻസി അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നുണ്ട് എന്നാണെങ്കിൽ ഈ പ്രൊജസ്ട്രോണിന്റെ കേർവ് നേരെയായിരിക്കും പോകുന്നുണ്ടാവുക. കാരണം പ്രൊജസ്ട്രോൺ മെയിൻറ്റെയിൻഡ് ആവണം സോ ആസ് ടു സപ്പോർട്ട് പ്രഗ്നൻസി. കാരണം ആ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ ആണ് യൂട്രസിന്റെ തിക്നിങ്ങിന് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സെർവൈക്കൽ ഡയലേഷനൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതും ഈ ഒരു പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. ഓക്കെ, നൗ സോ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം the non-pregnant woman case ആണ് ഡിസ്കസ് ചെയ്യുന്നത്. So we will stick on to that. So if pregnancy doesn't take place, അത് എന്താവുന്നുണ്ട്, താഴത്തേക്ക് ഇങ്ങനെ ലോവർ കർവിലേക്ക് പോകും. ആസ് വെൽ ആസ് നെക്സ്റ്റ് മെൻസസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസ്ട്രജൻ്റെ അളവ് കുറഞ്ഞത് വീണ്ടും ഫെർദറായി റൈസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ പ്രൊജസ്ട്രോണിന്റെ അളവ് കൂടാൻ കാരണം കോർപ്പസ് ല്യൂട്ടിയം ആണ് ആ ഒരു ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. സോ അവിടെ പ്രഗ്നൻസി ഇല്ലാണ്ടാകുമ്പോൾ ഈ ഒരു കോർപ്പസ് ല്യൂട്ടിയം മെയിൻറ്റെയിൻഡ് ആവില്ല, അത് റിഗ്രസ് ചെയ്തിട്ട് എന്താവും, വൈറ്റ് സ്കാറായി മാറും. അതിനെ വിളിക്കുന്ന പേരാണ് കോർപ്പസ് ആൽബിക്കൻസ്. ഓക്കെ, okay. Now one ovum, which is the secondary oocyte, is released during the middle cycle of the menstrual cycle. അതിനെ വിളിക്കുന്ന പേരാണ് ഓവുലേഷൻ. ഓരോ മെൻസ്ട്രൽ സൈക്കിളിലും മിഡിൽ ഡേയിലേക്കായിരിക്കും എന്താവുന്നുണ്ടാവുക, നമ്മളുടെ സെക്കൻഡറി oocyte റിലീസ്ഡ് ആവുന്നുണ്ടാവുക. നിങ്ങൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ പഠിച്ചിട്ടുണ്ടാവും പീരിയോഡിക് ആബ്സ്റ്റിനൻസ് അല്ലെ. ആ ഒരു പീരീഡ് ഓഫ് ഒരു ഫെർട്ടിലൈറ്റി പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇന്റർകോഴ്സിൽ നിന്ന് അൺപ്രൊട്ടക്റ്റഡ് ഇന്റർകോഴ്സിൽ നിന്ന് നമ്മൾ സ്റ്റേ അവേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ ബാരിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു നാച്ചുറൽ ബാരിയർ ആയിട്ട് നമുക്ക് റീപ്രൊഡക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഈ അൺവാണ്ടഡ് പ്രഗ്നൻസി നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, നൗ the major events of menstrual cycle are shown in figure 2.9. The cycle starts with the menstrual phase. When menstrual flow occurs and it lasts for 3 to 5 days, the menstrual flow results due to breakdown of endometrial lining of the uterus and its blood vessels, which forms liquid that comes out through the vagina. Menstruation only occurs if the released ovum is not fertilized. Lack of menstruation may be indicative of pregnancy. However, it may also be caused due to some other underlying causes like stress, poor health, etc. Now, the menstrual phase is followed by the follicular phase or the proliferative phase. During this phase, the primary follicle in the ovary grows to become a fully mature Graafian follicle. And simultaneously, the endometrium of the uterus regenerates through proliferation. These changes in the ovary and uterus are induced by changes in the levels of pituitary and ovarian hormones. The secretion of gonadotrophins, LH and FSH, increase gradually during the follicular phase and stimulate the follicular development as well as secretion of estrogen by the growing follicles. Now, both LH and FSH attain a peak level in the middle of the cycle, that is about 14th day. The rapid secretion of LH leading to its maximum level during the mid-cycle called the LH surge induces rupture of Graafian follicle and thereby the release of ovum, that is ovulation. The ovulation or ovulatory phase is followed by the luteal phase, during which the remaining parts of the Graafian follicle transform as the corpus luteum. The corpus luteum secretes large amounts of progesterone, which is essential for maintenance of the endometrium. Such an endometrium is necessary for implantation of the fertilized ovum and other events of pregnancy. During pregnancy, all the events of menstrual cycle stop and there is no menstruation. In the absence of,
In the absence of fertilization, the corpus luteum degenerates. This causes disintegration of the endometrium, leading to menstruation, marking a new cycle. In human beings, the menstrual cycle ceases around 15 years of age, which is called as the menopause. Cyclic menstruation is an indicator of normal reproductive phase and extends between menarche and menopause. സോ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഷോർട്ട് ആക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് ഒരാൾ ആ വുമൺ പ്രഗ്നന്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി കോർപ്പസ് ല്യൂട്ടിയം റീറ്റെയിൻഡ് ആവണം സോ ആസ് ടു പ്രൊഡ്യൂസ് മോർ ആൻഡ് മോർ ഓഫ് പ്രൊജസ്ട്രോൺ. കാരണം പ്രൊജസ്ട്രോൺ എന്നുള്ള ഹോർമോണാണ് പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത്. ആ ഒരു എൻഡോമെട്രിയൽ ലൈനിങ് മെയിൻറ്റെയിൻഡ് ആയാലാണ് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുള്ള റിസൾട്ട് ആയിട്ടുള്ള സൈഗോട്ട് എന്തെങ്കിലും ഇംപ്ലാന്റേഷൻ നടക്കുകയുള്ളൂ. അതേപോലെ മറ്റ് പ്രഗ്നൻസി റിലേറ്റഡ് ഇവന്റ്സും ടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഇൻ കേസ് പ്രഗ്നൻസി അല്ലെങ്കിൽ പ്രഗ്നന്റ് ആകുന്നില്ല എന്നാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കോർപ്പസ് ല്യൂട്ടിയം എന്ത് ചെയ്യണം, ഡീജനറേറ്റ് ചെയ്ത് പോകണം. ഓക്കെ, സോ നോർമൽ സെക്കൻഡ് ഓൺ ആവറേജ് ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ കാണുന്ന സൈക്കിളിൻ്റെ ഒരു ഡ്യൂറേഷനാണ് 28, 29, 30 എന്നുള്ളത്. Below 28 days of menstrual cycle is not considered as healthy. Some underlying causes ഉണ്ടാവും. നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ കേട്ടോ. One second. One second. Okay. ഇത് ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗം ക്ലിയർ ആണോടാ? റെഡി ആണോ? Okay, so next we are going to discuss about fertilization and implantation. So നമുക്കറിയാം ഇപ്പം എന്തായി, ഗാമറ്റോജെനസിസ് വഴി നമുക്ക് സ്പേം ഉണ്ടായിട്ടുണ്ട് ആൻഡ് മെൻസുറേഷനിൽ ഓവുലേഷൻ്റെ റിസൾട്ടായിട്ട് സെക്കൻഡറി യൂസായിട്ട് റിലീസ്ഡ് ആവുന്നുണ്ട്. സോ ഇവർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, സൈഗോട്ട് ഉണ്ടാവുള്ളൂ, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാവുള്ളൂ. അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് മുമ്പ് ഇത്രയും നടന്ന ഇതിൽ ഡിസ്കസ് ചെയ്ത ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ എന്തെങ്കിലും നിങ്ങൾ എന്നോട് പറയാം, പറ്റുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. ഇത്രയും ക്ലിയർ ആണോ? The phase between the menopause and menarche വിളിക്കുന്ന പേരാണ് reproductive phase എന്നുള്ളത് കേട്ടോ. Okay, now we are going to discuss about the fertilization as well as implantation. Fertilization ആണ് നിങ്ങൾക്ക് അറിയാം already. During copulation, which is coitus, semen is released by the penis into the vagina, which is called as insemination. ആ ഒരു സീമെനെ ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്റ്റിലേക്ക് റിലീസ് ആവുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻസെമിനേഷൻ എന്നുള്ളത്. Okay, the motile sperm swim rapidly, pass through the cervix, enter into the uterus, and finally reach the ampular region of the fallopian tube. Okay, a fallopian tube spermum secondary oocyte simultaneously വന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ, ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. This is the reason why not all copulation lead to fertilization and pregnancy. കാരണം ചില സമയങ്ങളിൽ സെക്കൻഡറി യൂസൈറ്റിൽ ലാഗ് ചെയ്യുന്നുണ്ടാവും ബിഹൈൻഡ് സ്പേം മോട്ടിലിറ്റി, ഈ സ്പേം എത്തുന്നതിന് മുമ്പ് സെക്കൻഡറി യൂസൈറ്റ് എത്തിയിട്ടുണ്ടാവും. അവിടെ ഒരു സിങ്ക്രണൈസേഷൻ ഇല്ലെങ്കിൽ അതെന്താവില്ല, ഫെർട്ടിലൈസേഷനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ടാവില്ല. രണ്ടും സൈമിൾട്ടേനിയസ്ലി ആംബുലർ റീജിയനിൽ എത്തി കഴിഞ്ഞാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഫെർട്ടിലൈസേഷൻ ഹാപ്പൺ ആവുള്ളൂ. ഓക്കെ, the process of fusion of sperm with an ovum is called fertilization. During fertilization, a sperm comes in contact with the zona pellucida layer of the ovum, അഥവാ secondary oocyte. See, so this is our secondary oocyte. Secondary oocyte. ഈ secondary oocyte-ന്റെ പുറമെ നമുക്ക് എന്ത് കാണാം, ഒരു എസ് സെല്ലുലാർ സെല്ല് കൊണ്ടല്ലാതെ ഉണ്ടാക്കിയ ഒരു ലെയർ ഉണ്ട്, which is called as glycoprotein layer. Glycoprotein layer ആണ്. ആ പ്രോട്ടീനെ വിളിക്കുന്ന പേരാണ് സോണ പെല്യൂസിഡ. ഓക്കെ, ആൻഡ് അതിന് ഔട്ടർ മോസ്റ്റ് നമുക്ക് എന്തായി കാണാം, സ്പിൻഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള കുറച്ച് സെൽസ് ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് കാണാം.
ആ ഒരു ലെയറിനെ വിളിക്കുന്ന സെല്ലുലാർ ലെയറിനെ വിളിക്കുന്ന പേരാണ് കൊറോണ റേഡിയേറ്റ. ആൻഡ് ഞാൻ പറഞ്ഞു സ്കാറ്റേർഡ് ആണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ സ്കാറ്റേർഡ് ആയ സെൽസിനെ ജോയിൻ ചെയ്ത് എന്തുണ്ട്? ഹയാലിൻ ഉണ്ട്. ഹയാലിൻ ഉണ്ടാവും കേട്ടോ. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ എന്താണ്? സ്പേം വരും എവിടെ? ഈ ഒരു സോണ പെലൂസിഡ ലെയറിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവും. ഈ സോണ പെലൂസിഡ ലെയറിൽ നമുക്ക് എന്തുണ്ട്? ഗ്ലൈക്കോ പ്രോട്ടീൻ റിസപ്റ്റേഴ്സ് ഉണ്ടാവും. ആരുണ്ടാവും? ഗ്ലൈക്കോ പ്രോട്ടീൻ റിസപ്റ്റേഴ്സ് ഉണ്ടാവും. ഈ ഗ്ലൈക്കോ പ്രോട്ടീൻ റിസപ്റ്റേഴ്സ് ഉണ്ടാവും. സോ വൺ സ്പേം എന്ത് ചെയ്തു? സോണ പെലൂസിഡ ലെയറിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ആ ഒരു എക്രോസോമിന്റെ ഭാഗത്ത് എന്തുണ്ട്? സർട്ടൻ എൻസൈംസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അതെന്ത് ചെയ്യുന്നുണ്ട്? വൺസ് ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇതിനേറ്റ് ആ ഒരു പെർട്ടിക്കുലർ എൻസൈം ഇതിനേറ്റ് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി റിസപ്റ്റേഴ്സ് എല്ലാം ഇനാക്ടിവേറ്റ് ആയി പോകും. ദർ വിൽ ബി സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ. സ്ട്രക്ചറിൽ തന്നെ കംപ്ലീറ്റ്ലി എന്ത് വരും? ചേഞ്ചസും കാര്യങ്ങളും വരുന്നുണ്ടാവും. ഓക്കെ, സോ ആദ്യം ഒരു സ്പേം വരുമ്പം അവിടെ എന്തുണ്ട്? കൊറോണ റേഡിയേറ്റ എന്ന് പറഞ്ഞൊരു ഘടകം കടന്നു വരാനുണ്ട്. ഓക്കെ, സ്പേം വരുന്ന സമയത്ത് ആളുടെ തൊപ്പിയിൽ എന്തുണ്ട്? സർട്ടിൻ എൻസൈംസ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ. സ്പേം ലൈസിൻ, എക്രോസിൻ, ഹയാലുറോണിഡേസ് എന്ന എൻസൈംസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇതിനൊരു ടണൽ പോലെ അകത്തേക്ക് വരണം. അതെങ്ങനെയാണ് വരികയെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഫുൾ ബാരിയർ ആണ്. ഈ ബാരിയറിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ആക്രോസോമിലുള്ള ഹയാലുറോണിഡേസ് എന്ന് പറഞ്ഞ എൻസൈം എന്ത് ചെയ്യും? റിലീസ്ഡ് ആകും. സോ ദാറ്റ് അതുവഴി എന്ത് ചെയ്യാൻ പറ്റും? അവർക്കൊരു ടണൽ പ്രിപ്പയർഡ് ആകും. ആ ടണൽ വഴി പ്രിപ്പയർഡ് ആവുന്ന സ്പേം പിന്നെ ഫേസ് ചെയ്യുന്നുണ്ടാവുക സോണ പെലൂസിഡ എന്ന് പറഞ്ഞ ലെയർ ആയിരിക്കും. ഈ ഒരു ടണൽ പ്രിപ്പയർഡ് ആയി. ഓക്കെ, അപ്പം ആ ടണൽ പ്രിപ്പയർഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ലെയർ സോണ പെലൂസിഡ ആണ്. അതിൻ്റെ മേളിൽ ഒരുപാട് റിസപ്റ്റേഴ്സ് ഉണ്ടാവും, ഗ്ലൈക്കോ പ്രോട്ടീൻ റിസപ്റ്റേഴ്സ്. ഫർദർ ആയിട്ടുള്ള എൻസൈംസ് എന്ത് ചെയ്യും? അക്രോസോമിലുള്ള ഫർദർ എൻസൈംസ് ഈ ഒരു റിസപ്റ്ററിന്റെ മേളിൽ ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോളിസ്പേമിനെ പ്രിവെന്റ് ചെയ്യും. അതായത് മൾട്ടിപ്പിൾ സ്പേമിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു പെർട്ടിക്കുലർ സെക്കൻഡറി ഊസൈറ്റിനെ ഫെർട്ടിലൈസ് ചെയ്യാനോ ഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ വൺസ് അത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സോണ പെലൂസിഡയിൽ കാണുന്ന ഗ്ലൈക്കോ പ്രോട്ടീനെ ബ്രേക്ക് ചെയ്യാനുള്ള എൻസൈംസും കാര്യങ്ങളൊക്കെ അക്രോസോമിന്റെ അകത്തുണ്ടാവും. അത് ബ്രേക്കിംഗ് ചെയ്തിട്ട് സെക്കൻഡറി ഊസൈറ്റിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് എൻ്റർ ചെയ്യും. ഇത് എപ്പോഴാണോ എൻ്റർ ചെയ്യുന്നത് ആ ഒരു സ്പോണ്ടേനിയസ് മൂവ്മെന്റിലാണ് സെക്കൻഡറി ഊസൈറ്റിന്റെ മിയോസിസ് 2. നേരത്തെ മെറ്റാഫേസ് 2 ഹാൾട്ട് ആയിട്ടുള്ള ആള് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? ഊട്ടിഡ് ഫോം ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഓവം ഫോം ചെയ്യും. ആസ് എ റിസൾട്ട് സെക്കൻഡ് പോളാർ ബോഡിയും ഉണ്ടാകും. ഈ സെക്കൻഡ് പോളാർ ബോഡി ഡീജനറേറ്റ് ചെയ്ത് പോകുന്നുണ്ടാകും. ആൻഡ് ഈ ഊട്ടിഡിന്റെ ന്യൂക്ലിയസിലേക്ക് സൂൺ ഈ ഒരു സ്പേമിന്റെ ന്യൂക്ലിയസ് ഒന്ന് എന്ത് ചെയ്യും? ഫ്യൂസ് ചെയ്യും. ആസ് എ റിസൾട്ട് നമ്മളുടെ സൈഗോട്ട് ഫോർമേഷൻ ഹാപ്പൻ ആവും. ഓക്കെ, ആൻഡ് ഇൻഡ്യൂസസ് ചേഞ്ചസ് ഇൻ ദ മെംബ്രെയിൻ that block the entry of additional sperms. അതായത് പോളിസ്പേമിനെ പ്രിവെന്റ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. It only allows monospermy. Thus, it ensures that only one sperm can fertilize an ovum. The secretions of the acrosome help the sperm enter into the cytoplasm of the ovum through the zona pellucida and the plasma membrane. This induces the completion of the meiotic division of the secondary oocyte. The second meiotic division is also unequal and result in the formation of second polar body and a haploid ovum or oocyte. Soon the haploid nucleus of the sperms and that of the ovum fuse together to form a diploid zygote. Okay. Now, who decide the sex of a baby? നമുക്കറിയാം every time a female only carry excess sex chromosome. One second. കാണുന്നുണ്ടോ? ഒന്ന് ചെക്ക് ചെയ്തിടാ.
എന്താ പറ്റിയെന്നുള്ളത് what happened. PPT ലോഡ് ആവുന്നില്ല, ഇത് ബ്ലാങ്ക് ആയി. കഴിഞ്ഞത് എന്താണ്? ഇത് കുറേ ഉള്ളതുകൊണ്ടാണോ? ആ ബാക്ക് എടുക്കാം. നിങ്ങളിപ്പം ഇവിടെ ലോഡ് ആവുന്നില്ല. ഹാങ് ഏതാണോ? ഹാങ് ആയെന്ന് തോന്നുന്നത്. ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്ക് സ്റ്റാർട്ട് ചെയ്യാനാ. പോയി. ഫയല് ഒന്ന് PDF റീചെക്ക് ചെയ്യട്ടെ കേട്ടോ, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യേ. ഒന്ന് വെയിറ്റ് ചെയ്യണേ.
ആണല്ലോ. ഹലോ ഹലോ, ഓഡിയോ വീഡിയോ രണ്ടും ഓക്കെ ആയോ? ഇപ്പോൾ ഓഡിയോ ക്ലിയർ ആണോ? PDF ക്ലിയർ ആണോ? ഓക്കെ, സോറി. ഓക്കെ, സോ where were we? Okay. Determination of sex, അല്ലേ? ഓക്കെ, സെറ്റാണ്. ഓക്കെ, സോ വി നോ ദാറ്റ് ഹ്യൂമൻ ഫീമെയിലിൽ കാണുന്ന ക്രോമസോം പാറ്റേൺ ഒപ്പം എന്താണടാ? ഡബിൾ എക്സ് ആയിരിക്കും, XX chromosome ആയിരിക്കും, and that in male is obviously XY. Therefore, all the haploid gametes produced by female have the sex chromosome X, whereas in the male gametes, sperms, the sex chromosome could be either X or Y. Hence, there are 50% of chance for sperm to carry X chromosome, while the other 50% can carry the Y chromosome. So, our different types of chromosomes, sex chromosome ഉള്ളത് കൊണ്ട് തന്നെ spermsന് 50-50 chances ആണ്, which means that the father or the parent, male parent, is going to decide which baby is going to be born. Whether baby boy ആണോ baby girl ആണോ decide ചെയ്യുന്നത് father ആണ്, അല്ലാണ്ട് mother അല്ല. So after fusion of female and male gametes, the zygote would carry either XX female or XY, depending on whether the sperm carrying X or Y fertilized the ovum. Okay, now the zygote carrying XX would develop into a female baby and the XY would form a male baby. That is why scientifically it is correct to say that the sex of the baby is determined by the father and not by the mother. Okay, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംപ്ലാന്റേഷൻ ഭാഗമാണ് കേട്ടോ. ഓക്കെ, ഇംപ്ലാന്റേഷൻ എന്നുള്ള ഒരു പോർഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The mitoid division starts as the zygote moves through the isthmus of the ovidite called the cleavage. So cleavage എന്ന് പറഞ്ഞാൽ ആക്ച്വലി മൈറ്റോസിസ് ആയിട്ടുള്ള ഡിവിഷൻസ് ആണ്, റാപ്പിഡ് ഡിവിഷൻസ് ആണ്, ഭയങ്കര റാപ്പിഡായി നടക്കുന്ന ഡിവിഷൻസ് ആണ്. ഇത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈഗോട്ട് അതിൽ ആ ഒരു റീജിയൻ ഓവിഡൈറ്റിന്റെ ആംബുല എന്ന റീജിയനിൽ നിന്ന് മൂവ് ചെയ്തിട്ട് ഇസ്തമസിലേക്ക് പോകുന്ന ആ ഒരു ലീഡ് ചെയ്യുന്ന ആ ഒരു പാത്തിലാണ് നമ്മുടെ ക്ലീവേജ് ഡിവിഷൻസ് നടക്കുന്നുണ്ടാവുക. ടുവേർഡ്സ് ദ യൂട്രസ്, ഫ്രം ദ ആംബുല ടുവേർഡ്സ് ദ ഇസ്തമസ് ടു ദ യൂട്രസ്, ആ ഒരു പോർഷനിൽ നടക്കുന്നതാണ് എന്ത് ക്ലീവേജ് ഓഫ് സൈഗോട്ട് എന്ന് പറയുന്നത്. ക്ലീവേജ് ഒന്നുമല്ല, ഇറ്റ് ഇസ് എ റാപ്പിഡ് മൈറ്റോസിസ് ഓഫ് ദ സൈഗോട്ട്. ഓക്കെ, അതിൽ നമ്മുടെ സൈറ്റോപ്ലാസത്തിൽ ഒരു ചേഞ്ചസും വരുന്നില്ല, ജസ്റ്റ് ദ നമ്പർ ഈസ് ഗെറ്റിംഗ് ഇൻക്രീസ്ഡ്, സെയിം സൈറ്റോപ്ലാസത്തിന്റെ വോളിയം ആണ് റിറ്റെയിൻഡ് ആയിട്ടുള്ളത്. ഓക്കെ, so this will result in the formation of 2, 4, 8, 16 daughter cells called the blastomeres. So once our zygote ഈ ഒരു ക്ലീവേജ് ഡിവിഷൻസ് നടക്കുമ്പോൾ ഇറ്റ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഡോട്ടർ സെൽസ്. 2 ആവാം, 4 ആവാം, 18 ആവാം, 16 ആവാം, അങ്ങനെ ആവാം. അപ്പോൾ ആ ഒരു 2 സെൽഡ് സ്റ്റേജ് അല്ലെങ്കിൽ 4 സെൽഡ് സ്റ്റേജ്, ആ ഒരു 8 സെൽഡ് സ്റ്റേജ്, 16 സെൽഡ് സ്റ്റേജിൽ കാണുന്ന ആ ഡോട്ടർ സെൽസിനെ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോമിയേഴ്സ് എന്നുള്ളത്. Now, the embryo with 8 to 16 blastomeres are called the മോറുല. ഈ മോറുല എന്ന് പറയുന്നത് മൾബറി അല്ലെങ്കിൽ സോൾഡ് മാസ് ഓഫ് സെൽസ് എന്നാണ്. ഓക്കെ, സോ ഫ്രം ദ ഇസ്തമസ്, ഏർലി റീജിയൻ ഓഫ് ഇസ്തമസിൽ എത്തുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സൈഗോട്ട് ക്ലീവേജ് ഡിവിഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ നടന്നിട്ട് എന്തായിട്ടുണ്ടാവും, 8 സെൽഡ് സ്റ്റേജ് ആയിട്ടുണ്ടാവും. ഈ ഒരു 8 to 16 സെൽഡ് സ്റ്റേജ് തന്നെ വിളിക്കുന്ന പേരാണ് മോറൂല അല്ലെങ്കിൽ മൾബറി ലൈക്ക് അല്ലെങ്കിൽ സോളിഡ് ലൈക്ക് എന്ന് പറയും. ഓക്കെ, സോ ടുവേർഡ്സ് ദ യൂട്രസ്, യൂട്രസിലേക്ക് അത് എൻറ്റർ ചെയ്യാനാകുമ്പോഴാണ് അത് എന്തായാലും മാറുന്നുണ്ടാവുക, 16 സെൽഡ് സ്റ്റേജ് ആയിട്ടുള്ള ഒരു ബ്ലാസ്റ്റോമിയർ അല്ലെങ്കിലും 16 സെൽഡ് ആയിട്ടുള്ള ബ്ലാസ്റ്റോമിയേഴ്സ് ആയിട്ടായിരിക്കും മാറിയിട്ടുണ്ടാവുക. അതിനെ വിളിക്കുന്ന പേരാണ് മോറുല എന്നുള്ളത്. സോ ഏർലി മോറുല വിൽ ബി ഹാവിംഗ് 8 blastomeres and late morula will be having 16 blastomeres. Okay, the morula continues to divide and transforms into blastocyst. So ഈ morula once it enters the uterus, the further cleavage division undergo ചെയ്യും, and finally our particular morula ഒരു hollow cell mass അല്ലെങ്കിൽ hollow ball ആയി മാറും. അതിനെ വിളിക്കുന്ന പേരാണ് blastocyst. Okay, as it moves further into the uterus. Now, the blastomeres in the blastocyst are arranged into an outer layer called the trophoblast and an inner group of cells attached to the trophoblast called the inner cell mass. See, okay, so ഇത് നമ്മളുടെ സെക്കൻഡറി oocyte ആണ്. ഈ സെക്കൻഡറി oocyte, ഓക്കെ,
അതിലേക്ക് എന്ത് വരുന്നു? സ്പേം എൻ്റർ ചെയ്യുന്നു, സൈഗോട്ട് ഫോർമേഷനായി, സൈഗോട്ട് ഫോം എന്ന് വിചാരിച്ചോളൂ. ഇതാണ് നമ്മളുടെ 2 സെൽഡ് സ്റ്റേജ്, 4 സെൽഡ് സ്റ്റേജ്, 8 സെൽഡ് സ്റ്റേജ്. ഇതാണ് നമ്മളുടെ ഇനീഷ്യൽ മോറുല. ഈ ഇനീഷ്യൽ മോറുലിനെ കാണുന്ന പോർഷനാണ് ഇസ്തുമസ്. ഫർദർ ഓൺ ഇസ്തുമസ് ടു യൂട്രസിലേക്ക് ലീഡ് ചെയ്യുമ്പോൾ ഇതെന്തായി? ലേറ്റ് മോറുല ആയി. ഓക്കെ, 16 സെൽഡ് സ്റ്റേജ് ആയി. Now this is the blastocyst. ഈ ഒരു പെർട്ടിക്കുലർ ലേറ്റ് മോറുല ഫർദർ ഡിവൈഡ് ചെയ്ത് എന്തായി മാറുന്നു? ബ്ലാസ്റ്റോസിസ്റ്റായി മാറുന്നു. ഈ ബ്ലാസ്റ്റോസിസ്റ്റിൽ തന്നെ ഈ ബ്ലാസ്റ്റോമിയേഴ്സ് 2 ലെയേഴ്സ് ആയിട്ടാണ് അറേഞ്ച്ഡ് ആയിട്ടുള്ളത്. ആ ഒരു ലെയറിനെ വിളിക്കുന്നത്, അപ്പോൾ അങ്ങനെ ലെയർഡ് ആയി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് വിളിക്കാൻ കാരണമുണ്ട്. സിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്യാവിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്, സീലം അല്ലെ, അതേപോലെ ക്യാവിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ലെയറിൽ കാണുന്നതാണ് എന്ത്? ട്രോഫോബ്ലാസ്റ്റ് ലെയർ. ആൻഡ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇന്നർ സെൽ മാസ് കാണാം. ഈ ഇന്നർ സെൽ മാസ് ആ ഒരു ട്രോഫോബ്ലാസ്റ്റ് ലെയറിന് അറ്റാച്ച്ഡ് ആകുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇന്നർ സെൽ മാസ്. ഓക്കെ, ആൻഡ് ഈ ഇന്നർ സെൽ മാസ് ആണ് ഇൻ ഫ്യൂച്ചർ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ദിസ് ട്രോഫോബ്ലാസ്റ്റ് ആയിരിക്കും ഫ്യൂച്ചറിൽ പ്ലാസന്റായി ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. ഈ ഇന്നർ സെൽ മാസിനെ വിളിക്കുന്ന വേറൊരു പേരാണ് എംബ്രിയോ ബ്ലാസ്റ്റ് എന്നുള്ളത്. ഓക്കെ, ഫിഗർ H shows blastocyst implantation. Okay. After attachment, see, the trophoblast layer then gets attached to the endometrium and the inner cell mass gets differentiated as the embryo. After the attachment, the uterine cells divide rapidly and covers the blastocyst. As a result, the blastocyst becomes embedded in the endometrium of the uterus. This is called the implantation and it leads to pregnancy. So ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു, ഒരു ഹോളോ ബോൾ എന്ന് പറയാൻ കാരണം അതിൽ ക്യാവിറ്റി ഉണ്ട്. ഈ ഒരു ക്യാവിറ്റി ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ക്യാവിറ്റി ആയിരിക്കും ഇതിൽ കാണുന്നുണ്ടാവുക. ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റിയാണ്. നേരത്തെ മോഡലിൽ വെച്ച് നോക്കുമ്പോൾ സോളിഡ് മാസ് ഓഫ് സെൽസ് അല്ല ഉള്ളത്, ഒരു പെർട്ടിക്കുലർ രീതിയിൽ അറേഞ്ച്ഡ് ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ടാണ് അതിനെ ഹോളോ ബോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ ഒരു ടൈമിൽ ഈ ഒരു പെർട്ടിക്കുലർ ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്ടറൈൻ അല്ലെങ്കിൽ യൂട്രസിന്റെ എൻഡോമെട്രിയൽ ലൈനിങ്ങിലേക്ക് വരുന്നതിനനുസരിച്ചിട്ട് യൂട്രസിന്റെ ഭാഗത്തുള്ള എൻഡോമെട്രിയൽ സെൽസ് എന്ത് ചെയ്യും? ഫർദർ നല്ല രീതിയിൽ റാപ്പിഡ്ലി ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തിട്ട് ഈ വരുന്ന ബ്ലാസ്റ്റോസിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ടാവും? കവർ ചെയ്യുന്നുണ്ടാവും, എംബഡ് ചെയ്യും. ഓക്കെ, അതിനെ റിസീവ് ചെയ്തിട്ട് എംബഡ് ചെയ്യുന്നുണ്ടാകും. അത് വാസ്കുലറൈസ്ഡ് ആണ് നമുക്കറിയാം, അതേപോലെ ഗ്ലാൻഡുലാർ ആണെന്ന് നമുക്കറിയാം. സോ അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ബ്ലാസ്റ്റോസിസ്റ്റ് അത് എന്ത് ചെയ്യാണ്? എംബഡ് ചെയ്യാണ്, അറ്റാച്ച് ചെയ്തിട്ട് എംബഡഡ് ചെയ്യാണ് എൻഡോമെട്രിയം ഓഫ് യൂട്രസിൽ. അതിനെ വിളിക്കുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് എന്തിനെ ലീഡ് ചെയ്യും? പ്രഗ്നൻസിലേക്ക് ലീഡ് ചെയ്യും. ഇനി നമുക്കറിയാം സോണാർ പെല്യൂസിഡ എന്ന ലെയർ ഉണ്ട് എന്നുള്ളത്. ഈ ഒരു മോറുല അല്ലെങ്കിൽ ഈ ഒരു ഏർലി മോറുല, ഈ ഒരു ഏർലി മോറുല ലേറ്റ് മോറുല ആയി മാറേ ആ ലേറ്റ് മോറുല യൂട്രസിലേക്ക് എത്തുന്ന സമയത്താണ് ബ്ലാസ്റ്റോസിസ്റ്റ് അല്ലെങ്കിൽ മോറുലേൻ്റെ മേലിൽ നിന്ന് സോണ പെല്യൂസിഡ എന്നുള്ള ഒരു കവർ ഉണ്ട് അല്ലേ, അതെന്ത് ചെയ്യുന്നുണ്ടാവാം? റിമൂവ്ഡ് ആവുന്നുണ്ടാവാം. ഓക്കെ, ആ ലേറ്റ് മോറുലേൻ്റെ മേളിൽ സോണ പെല്യൂസിഡ എന്ന ലെയർ ഉണ്ടാകും. അതെന്താവും? യൂട്രസിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ചായിട്ട് അത് അതിൻ്റെ മേലിൽ നിന്ന് റിമൂവ്ഡ് ആയി പോവുകയാണ് ചെയ്യുക. Okay. Now we have the pregnancy and its embryonic development. So right after implantation, finger-like projections appear on the trophoblast called the chorionic villi. So once our blastocyst എന്തായി യൂട്രസിൽ ഇംപ്ലാന്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എംബഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ട്രോഫോബ്ലാസ്റ്റ് ലെയറിൽ നിന്ന് എന്താ കൊറിയോണിക് വില്ലായി എന്ത് ചെയ്യുന്നുണ്ടാവും? പുറത്തേക്ക് റൈസ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഈ ഒരു കൊറിയോണിക് വില്ലൈനെ ചുറ്റും എന്തുണ്ട്? യൂട്രൈൻ ടിഷ്യൂസ് ഉണ്ടാകും ആൻഡ് മെറ്റേണൽ ആയിട്ടുള്ള ബ്ലഡ് ഉണ്ടാകും. ഇത് എന്ത് ഇന്റർഡിജിറ്റ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, now the chorionic villi and uterine tissue become interdigitated with each other and jointly form a structural and functional unit between developing embryo, that is the fetus, and maternal body called the placenta. So അങ്ങനെ ഒരു interdigitationന്റെ റിസൾട്ട് ആയിട്ടാണ് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നത്? പ്ലാസെന്റ ഫോം ചെയ്യുന്നുണ്ടാവുക. സോ ദീസ് chorionic villi എന്ന് പറയുന്നത് യൂട്രൈൻ ടിഷ്യൂസും അതേപോലെ മെറ്റേണൽ ബ്ലഡിലേക്കും എക്സ്പോസ് ആവുന്ന രീതിയിലായിരിക്കും വരുന്നുണ്ടാവും, ഇൻ കോണ്ടാക്ട് വരുന്നുണ്ടാവുക. അതിന്റെ റിസൾട്ട് ആയിട്ടാണ് ഒരു പെർട്ടിക്കുലർ പ്ലസെന്റ ഒരു ബാരിയർ ഇൻ ബിറ്റ്വീൻ ഫീറ്റസ് ആൻഡ് മെറ്റേണൽ ബോഡിയിൽ ഉണ്ടാകുന്നുണ്ടാവുക. ഓക്കെ, നൗ ദ പ്ലാസെന്റ ഫെസിലിറ്റേറ്റ് ദ സപ്ലൈ ഓഫ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്ലസെന്റന്റെ ഫങ്ഷൻസ് ആണ് മെയിൻലി. അത് ഓക്സിജൻ ന്യൂട്രിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്?
എംബ്രിയോയിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓൾസോ ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ക്രീറ്ററി ഓർ വേസ്റ്റ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ്ഡ് ബൈ ദ എംബ്രിയോ. The placenta is connected to the embryo through umbilical cord, which helps in the transport of substances to and from the embryo. See, your placenta എന്ന് പറയുമ്പോൾ this is the placental villi അല്ലേ? ഈ പ്ലാസെന്റൽ വില്ലൈ ഈ ഒരു പെർട്ടിക്കുലർ ഫീറ്റസുമായി അറ്റാച്ച്ഡ് ആകുന്നത് ബൈ മീൻസ് ഓഫ് അംബൈലക്കൽ കോഡാണ്. ദിസ് ഈസ് ദ അംബൈലക്കൽ കോഡ്. ഓക്കെ, അതുവഴിയാണ് സബ്സ്റ്റൻസിനെ ടു ആൻഡ് ഫ്രം നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, മെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ന്യൂട്രിയൻസ് മെറ്ററൽ ബോഡിയിൽ നിന്ന് കുട്ടിയിലേക്ക് എത്തിക്കുക, അതുവഴി ഉണ്ടാകുന്ന ബൈ പ്രൊഡക്ട്സിനെ പുറത്തേക്ക് റിമൂവ് ചെയ്യാനായിരിക്കും പ്ലസന്റ് സഹായിക്കുന്നുണ്ടാവാം. ഓൾസോ ഇറ്റ് ഓൾസോ ആക്ട് ആസ് എൻ ബാരിയർ, ഒരു ബാരിയർ ആയിട്ട് അത് ആക്ട് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ അതൊരു എൻഡോക്രൈൻ ടിഷ്യൂ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. And produces several hormones like human chorionic gonadotrophin HCG, human placental lactogen, estrogens and progestogens. ഇതിൽ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ഒരു വുമണിൽ കാണുന്ന ഹോർമോൺസ്, പ്ലാസെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ചോദിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻ കൊറിയോണിക് ഗോണഡോട്രോഫിൻസ് ഉണ്ട്, ഹ്യൂമൻ പ്ലാസെന്റ് ലാക്ടോജൻ ഉണ്ട്, നമുക്കറിയാം വളരെ ഫ്യൂ എമൗണ്ട്സിൽ റിലാക്സിനും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പ്ലാസെന്റ്. സോ ദീസ് 3 ഹോർമോൺസ് ആണ് ഒരു പ്രഗ്നന്റ് ലേഡിയിൽ പ്ലാസെന്റ് വഴി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഹോർമോൺസ്. ഓക്കെ, Now, in the അതേപോലെ നമുക്ക് ഈസ്ട്രജൻ പ്രൊജസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺസ് നോൺ പ്രഗ്നന്റ് വുമൻസിലും കാണാൻ പറ്റും, പ്രഗ്നന്റ് വുമനിലും കാണാൻ പറ്റും. In the later phase of pregnancy, a hormone called the relaxin is also secreted by the ovary. Ovary ആണ് മേജർ, പ്രൈമറിലി ovary ആണ് റിലാക്സിന് സെക്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ സ്മോൾ എമൗണ്ടിൽ പ്ലാസെന്റിയും അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. Now, these hormones are produced in women only during pregnancy. In addition, during pregnancy, the levels of other hormones like estrogens, progestogens, cortisol, prolactin, thyroxine, etc. are increased several folds in the maternal blood. Increased production of these hormones is essential for supporting the fetal growth, metabolic changes in the mother, and the maintenance of pregnancy. So, usually നമുക്കറിയാം pregnant women's കേസിൽ നോർമൽ ആയിട്ട് കാണുന്ന ഹോർമോൺസും മറ്റ് pregnant hormones ഒക്കെ നല്ല മൾട്ടി ഫോൾഡ്സ് ആയിട്ട് ഇൻക്രീസ്ഡ് ആയിട്ടുണ്ടാവും, സോ ആസ് ടു assist pregnancy as well as to help in the development of fetus. Now, immediately after implantation, the inner cell mass, that is the embryo, differentiates into an outer layer called the ectoderm and an inner layer called endoderm. A mesoderm soon appears between the ectoderm and the endoderm. These 3 layers give rise to all tissues or organs in adults. It needs to be, so ഇതിന്റെ ഒരു ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞാൽ നമുക്കറിയാം എംബ്രിയോ എന്താവുന്നുണ്ട്, 3 ജേം ലെയേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. എക്ടോഡേം ഉണ്ടാവും, എൻഡോഡേം ഉണ്ടാവും, മീസോഡേം ഉണ്ടാവും. എക്ടോഡേം ആണ് ഏറ്റവും പുറമേ കാണുന്നത്, എൻഡോഡേം ആണ് ഏറ്റവും അകത്ത് കാണുന്ന ജേം ലെയർ, ഇൻ ബിറ്റ്വീൻ കാണുന്നതാണ് മീസോഡേം എന്ന് പറയുന്നത്. ഈ 3 ജേം ലെയേഴ്സിനാണ് നമ്മളുടെ ബോഡിയിൽ കാണുന്ന എല്ലാവിധ ഓർഗൻസും ടിഷ്യൂസും എറൈസ് ചെയ്യുന്നത്. സോ സപ്പോസ് ഇമാജിൻ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സെൽസ് അല്ലെങ്കിൽ ഇന്നർ സെൽ മാസിൽ കാണുന്ന സെൽസ് നമുക്ക് എന്ത് വിളിക്കാം, സ്റ്റെം സെൽസ് എന്ന് വിളിക്കാൻ പറ്റും, കാരണം പ്ലൂറിപൊട്ടൻ സെൽസ് ആണ്. സപ്പോസ് നമുക്കൊരു ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻ സം ഡാമേജ് കാരണം അല്ലെങ്കിൽ എന്തോ ഒരു കാരണത്താൽ ലോസ്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെം റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്റ്റെം സെൽ ടെക്നോളജി വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, the inner cell mass contains certain cells called the stem cells which have the potency to give rise to all the tissues and organs. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നർ സെൽ മാസ് certain cells ഉണ്ട്, അവരെ നമുക്ക് സ്റ്റെം സെൽസ് എന്ന് വിളിക്കാം, ഒരു പ്ലൂറിപൊട്ടൻ സെൽസ് ആണ്. Now, the average human pregnancy is about 9 months. Now, fetal development അല്ലെങ്കിൽ embryo development നമുക്ക് നോക്കുന്ന സമയത്ത് ഇൻ ഹ്യൂമൻ ബീങ്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എംബ്രിയോ ഡെവലപ്മെന്റ് നമുക്ക് ഓരോ മന്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. ഇൻ ഹ്യൂമൻ ബീങ്സ് ആഫ്റ്റർ 1 month ഓഫ് പ്രഗ്നൻസി എംബ്രിയോന്റെ ഹാർട്ട് ഫോംഡ് ആകുന്നുണ്ടാവും. The first sign of growing fetus may be noticed by listening to the heart sound carefully through the stethoscope. By the end of the 2nd month of pregnancy, കുട്ടിക്ക് ഫീറ്റസിന് എന്ത് ഡെവലപ്പ് ചെയ്യും, ലിംസ് ഡെവലപ്പ് ചെയ്യും, 10 digits also ഡെവലപ്പ് ചെയ്യും. By the end of 12 weeks, that is by the end of first trimester or 3rd month, most of the major organ systems are formed. For example, the limbs and external genital organs are well developed. The first movements of the fetus and appearance of hair on the head are usually observed during the 5th month. 5th monthilana fetusinte first movement undava, as well as appearance of hair on the head are usually observed during the 5th month. Now, by the end of about 24 weeks or by end of the 2nd trimester, the body is covered with fine hair, eyelids are separate, eyelashes are formed. Now, by the end of 9 months,
of pregnancy, the fetus is fully developed and is ready for the delivery. Okay. Clear ആണോ? Clear ആണോ? Okay. Now, parturition and lactation. നമ്മൾ ടോപ്പിക് ഓൾമോസ്റ്റ് കഴിയാനായി. നേരത്തെ പറഞ്ഞ പോലെ the average duration of human pregnancy is about 9 months, which is called the gestation period. ആ ഒരു ബേബീനെ അല്ലെങ്കിൽ ഫീറ്റസിനെ കെയർ ചെയ്യുന്ന ഒരു പീരീഡിനെ വിളിക്കുന്ന പേരാണ് ജസ്റ്റേഷൻ പീരീഡ് എന്നുള്ളത്. സോ ഹൗ ദ ബേബി ഈസ് എക്സ്പെൽഡ്, എങ്ങനെ ഒരു ബേബിയുടെ ഡെലിവറി നടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ there is a complex neuroendocrine mechanism taking place so as to help in the process of parturition. So there will be a vigorous contraction of the uterus at the end of pregnancy causes expulsion or delivery of the fetus. This process of delivery of the fetus, it is a childbirth, is called the parturition. Now, it is induced by a complex neuroendocrine mechanism. The signals for parturition originate from the fully developed fetus and the placenta, which induce mild uterine contractions called the fetal ejection reflex. So, a parturition is a signal in the fully developed fetus a particular placenta. That's the there will be a mild contractions. These mild contractions in the maternal pituitary, maternal body, a signal provided. Maternal pituitary ഭാഗത്തേക്ക് സിഗ്നൽ സെൻഡ് ചെയ്യും. അതിന്റെ റിസൾട്ട് ആയിട്ട് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ റിലീസ്ഡ് ആവും. ഈ ഓക്സിറ്റോസിൻ ഹോർമോൺസ് എന്ത് ചെയ്യും, നമ്മളുടെ എൻഡോമെട്രിയത്തിന്റെ മയോമെട്രിയത്തിൽ പോയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ദർ വിൽ ബി ഫർദർ സ്ട്രോങ് കൺട്രാക്ഷൻസ്. more the contraction, more the release of oxytocin. Contraction കൂടുന്നതിനനുസരിച്ച് further on more and more oxytocin will be released. And the release അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം വഴിയായിരിക്കും ആ ഒരു ബേബിനെ പുറമേക്ക് എക്സ്പെൽ ചെയ്യുന്നുണ്ടാവുക. Okay, this triggers release of oxytocin from the maternal pituitary. Oxytocin acts on the uterine muscle and causes stronger uterine contractions, which in turn stimulates further secretion of oxytocin. അതായത് സ്ട്രോങ് കൺട്രാക്ഷൻ വരുന്നു, വീണ്ടും അതൊരു സിഗ്നലായിട്ട് മെറ്റർണൽ പിറ്റ്യൂട്ടറിയിലേക്ക് പോകുന്നു, ഓക്സിറ്റോസിൻ റിലീസ്ഡ് ആവുന്നു. ഫർദർ more and more strong contraction, more and more oxytocin. The stimulatory reflex between the uterine contraction and the oxytocin secretion continues, resulting in stronger and stronger contractions. This leads to expulsion of the baby out of the uterus through the birth canal. This is called the parturition. Soon after the infant is delivered, the placenta is also expelled out of the uterus. അതായത് ആ ഒരു ബേബി എക്സ്പെൽ ആയതിനു ശേഷം അവിടെ എന്തുണ്ടാവും, സ്ട്രോങ് കൺട്രാക്ഷൻസ് ഉണ്ടാവും. ആ സ്ട്രോങ് കൺട്രാക്ഷൻ വഴിയാണ് ആ പ്ലാസന്റ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഔട്ട് ഓഫ് ദി യൂട്രസ് എക്സ്പെൽഡ് ആവുന്നുണ്ടാവുക. ഓക്കെ. Now, the mammary glands of the female undergo differentiation during pregnancy and starts producing milk towards the end of pregnancy by the process called the lactation. So, ഇതിൽ ഈ ഒരു ലാക്ടേഷനെ സഹായിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ towards the end of the pregnancy ആ ഒരു പെർട്ടിക്കുലർ mammary gland ഡെവലപ്പ് ചെയ്യാനും ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ആൻഡ് towards the end of pregnancy മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജൻ ആണ്. മിൽക്ക് പ്രൊഡ്യൂസ്ഡ് ആവുന്നത് പ്രോലാക്റ്റിൻ എന്ന ഹോർമോണിൽ വഴിയാണ്. പക്ഷെ അതിന്റെ ഒരു ബ്രസ്റ്റ് സൈസിൽ ഇൻക്രീസ് ചെയ്ത് ടുവേർഡ്സ് ദ എൻഡിലേക്ക് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജൻ ആണ്. ആ ഒരു പെർട്ടിക്കുലർ മിൽക്ക് ഔട്ട് ഓഫ് ദ ബ്രസ്റ്റിൽ നിന്ന് ഇജക്ട് ചെയ്യാൻ സഹായിക്കുന്നത് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. This helps the mother in feeding the newborn. The milk produced during the initial few days of lactation is called the colostrum, which contains several antibodies absolutely essential to develop resistance for the newborn babies. Our antibody എന്ന് പറയുന്നത് എന്താണ്, IgA എന്ന് പറഞ്ഞ ആന്റിബോഡിയാണ്, which provides passive immunity. Breastfeeding during the initial period of infant growth is recommended by doctors for bringing up a healthy baby. സോ ആ ഒരു കൊളസ്ട്രോം ആ ഒരു യെല്ലോയിഷ് കളർ ആയിരിക്കും ഇനീഷ്യൽ ഫ്യൂ ഡേയ്സിലുള്ള ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവുക. ബിക്കോസ് അത് കൊളസ്ട്രോം റിച്ച് ആയിട്ടാണ്. അതിൽ ഒരുപാട് ആന്റിബോഡീസ് ഉണ്ട്, IgA ആന്റിബോഡി. കാരണം നമുക്കറിയാം ഇൻഫാന്റ് യൂഷ്വലി ഡെവലപ്പ് ചെയ്ത ഉടനെ അത്ര ഇമ്മ്യൂൺ വൈസ് അത്ര സ്ട്രോങ് ആവില്ല, സ്ട്രെങ്ത് ഉള്ളവരാവില്ല. അപ്പോൾ ആ ഒരു ഇമ്മ്യൂണിറ്റി, പാസീവ് ഇമ്മ്യൂണിറ്റി വഴി റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബ്രസ്റ്റ് മിൽക്കിൽ ഇറ്റ് ഇസ് എൻറിച്ച്ഡ് ഇൻ IgA ആന്റിബോഡീസ്. ഇനി ഇതിൽ നമ്മളുടെ ഹ്യൂമൻ കൊറിയോണിക് കൊറാഡോട്രോഫിൻ എന്ന് പറയുന്ന ഹോർമോണ് പ്രഗ്നൻസിയുടെ ഒരു ഇൻഡിക്കേറ്റർ ടൂളായി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം വൺസ് ദേ ഗോട്ട് ദ ന്യൂസ് ഓഫ് ബീങ് പ്രഗ്നന്റ്, അവരുടെ യൂറിനിൽ ദർ വിൽ ബി ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ദീസ് HCG എന്നുള്ള ഹോർമോൺ ഉണ്ടാവും. സോ അത് നമുക്കൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും.
ഇത്രയും ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും ഭാഗം ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടടാ? ഏതെങ്കിലും പോർഷനിൽ ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടി പറഞ്ഞു തരേണ്ട ആവശ്യമുള്ളത് ഉണ്ടോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാവോ? ഓക്കെ, താങ്ക് യു.